കൊച്ചി അറബിക്കടലിന്റെ റാണി, യു ബ്യൂട്ടി അല്ലേ? കൊച്ചിക്കായലിനരികെ കൊച്ചിക്കായലിനരികെ കൊടികൾ ഉയർത്തി കുതിച്ചു പൊങ്ങണ കമ്പനികൾ, കച്ചവടത്തിന് കച്ചമുറുക്കി കനത്തു നിൽക്കും കമ്പനികൾ. പിയേഴ്സ്, ലെസ്ലി, ഓസ്റ്റിൻ, വാൾകാർട്ട്, HMC, മുംബൈ കമ്പനി, മധുര കമ്പനി, AVs തോമസ് കമ്പനികൾ. കൊച്ചിയിലെത്തണ ചരക്കിറക്കണ ചരക്ക് കേറ്റണ നമ്മുടെ റബ്ബറും ഏലവും കയറും അടിച്ചോണ്ട് പോകണ് എന്നല്ലേ അന്നയും റസൂലും എന്ന സിനിമയിൽ ആ പാട്ടിൽ പറയുന്നത്? അത് തന്നെയാണ് സുഹൃത്തുക്കളെ, അതിലുണ്ട്. അപ്പൊ അതിനു മുന്നേ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് തുറമുഖങ്ങൾ, പോർട്സ്. മത്സര പരീക്ഷകൾ സ്ഥിരം ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. വിഷമിക്കണ്ട, ഈ ക്ലാസ് കഴിയുമ്പോൾ നമ്മൾ വളരെ വൃത്തിക്കും വെടുപ്പിനും ഈ ഭാഗം പഠിച്ചിരിക്കും, രസകരമായ കോഡുകളിലൂടെ. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ക്ലാസ് പൂർണ്ണമായും ഒന്ന് കാണൂ, ഞാൻ ഉറപ്പു തരുന്നു. പിന്നെ ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് മിസ്സാകില്ല സുഹൃത്തുക്കളെ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ റെഗുലറായിട്ട് നിങ്ങളിലേക്ക് എത്താനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. കൊച്ചി കായലിനരികെ. കൊച്ചി കായലിനരികിലാണ് നമ്മുടെ കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അതെ, കൊച്ചി എന്ന് കേൾക്കുമ്പോൾ അത്ര കൊച്ചു കായലല്ല, കേരളത്തിലുള്ള ഏറ്റവും വലിയ കായലിലാണ് കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഏതാണ് ആ കായൽ? വേമ്പനാട്ട് കായൽ. അപ്പോ വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് കൊച്ചി തുറമുഖം. ഓക്കെ, ബിഗ്ഗസ്റ്റ് നാച്ചുറൽ ലേക്ക് പോർട്ട് ആണ്. ഇന്ത്യയിൽ കായലിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തുറമുഖം ഏത് എന്ന് ചോദിച്ചാൽ നമ്മുടെ കൊച്ചിയാണ്. കൊച്ചി പോർട്ട് പണി കഴിപ്പിച്ചത്, കൊച്ചി തുറമുഖം പണി കഴിപ്പിച്ചത് ആര് എന്ന് ചോദിച്ചാൽ അത് റോബർട്ട് ബ്രിസ്റ്റോയാണ്. ഓക്കെ, ബ്രിട്ടീഷുകാരന്മാർ അവരുടെ കയ്യിലുണ്ടായിരുന്ന റോബർട്ടിനെ വരെ വിറ്റ് ഉണ്ടാക്കിയ പോർട്ടാണ് നമ്മുടെ കൊച്ചി പോർട്ട് എന്ന് പഠിച്ചോളൂ. എന്തിന്? ആ പാട്ടിൽ പറയുന്ന പോലെ നമ്മുടെ റബ്ബറും കയറും ഏലവും എല്ലാം അടിച്ചോണ്ട് പോകാൻ അന്ധകാലത്തിൽ റോബർട്ടിനെ വരെ വിറ്റ് ഉണ്ടാക്കിയ പോർട്ടാണ് എന്ന് പഠിച്ചോളൂ. ഏത് വർഷമാണ് എന്നുള്ളത് നമുക്ക് വഴിയെ നോക്കാം. അറബിക്കടലിന്റെ റാണി എന്ന് കൊച്ചിയെ വിളിച്ചത് ആര്? അറബിക്കടലിന്റെ റാണി, യു ബ്യൂട്ടി എന്ന് കൊച്ചിയെ നോക്കി സോപ്പിട്ടു. റാണിയെ സോപ്പിട്ടത് ആര് എന്ന് ചോദിച്ചാൽ ഒരു ചിട്ടിക്കാരനാണ് എന്നോർത്തോളൂ. ഫൈനാൻസ്, അദ്ദേഹത്തിന്റെ ചിട്ടി മേടിക്കാൻ വേണ്ടി കൊച്ചിയെ സോപ്പിട്ടതാണ് അറബിക്കടലിന്റെ റാണി. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാം. RK ഷൺമുഖം ചെട്ടി, അദ്ദേഹമാണ് കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിളിച്ചത്. അദ്ദേഹം ചിട്ടി ഫൈനാൻസുമായി കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞല്ലോ. ഇന്ത്യയുടെ ആദ്യത്തെ ഫൈനാൻസ് മിനിസ്റ്റർ ആര് എന്ന് ചോദിച്ചാൽ RK ഷൺമുഖം ചെട്ടി. ആ ചെട്ടി ചിട്ടിയാണ് എന്നോർത്തോളൂ. അദ്ദേഹം ചിട്ടി പിടിക്കാൻ വേണ്ടി സോപ്പിട്ടത് കൊച്ചിയെ അറബിക്കടലിന്റെ റാണി. കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിളിച്ചത് RK ഷൺമുഖം ചെട്ടി. ആ ചിട്ടി ഫൈനാൻസ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഫൈനാൻസ് മിനിസ്റ്റർ RK ഷൺമുഖം ചെട്ടി. ഓക്കെ അല്ലേ? അപ്പോ അറബിക്കടലിന്റെ റാണിയായി. അറബിക്കടലിന്റെ റാണിയെ കണ്ടുകൊണ്ട് ആദ്യത്തെ ഇന്ത്യയിലെ കണ്ടെയ്നർ ഷിപ്പ് അടുത്തത് കൊച്ചിയിലാണ്. കൊച്ചി അറബിക്കടലിന്റെ റാണിയെ കാണാൻ വേണ്ടി ഫസ്റ്റ് ഇന്ത്യയിലെ കണ്ടെയ്നർ ഷിപ്പ് കണ്ട ഉടനെ വന്നു എന്ന് പഠിച്ചോളൂ. കണ്ട ഉടനെ ആ കണ്ടെയ്നർ ഷിപ്പിൽ ആരാണ് വന്നത്? പ്രസിഡന്റ് ടൈലർ, MV പ്രസിഡന്റ് ടൈലർ ഷിപ്പാണ് ഇന്ത്യയിലേക്ക് അടുത്ത കണ്ടെയ്നർ ഷിപ്പ്. അതിലുണ്ടായിരുന്നത് ആര്? ടൈലർമാരുടെ പ്രസിഡന്റ് ആണ് എന്നോർത്തോളൂ. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പ് വന്നത് കൊച്ചിയിലാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം ഏത് എന്ന് ചോദിച്ചാൽ നാവാഷേവ, ജവഹർലാൽ നെഹ്റു പോർട്ട്. ഫുള്ള് ഷേവ് ഒക്കെ ചെയ്ത് ജവഹർലാൽ നെഹ്റു പോർട്ട് നിൽക്കുകയാണ്. കണ്ടെയ്നർ വരട്ടെ. പക്ഷെ കണ്ടെയ്നർ വന്നില്ല. ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖമാണ്. അവിടെ പോവാതെ അറബിക്കടലിന്റെ റാണിയെ കണ്ട ഉടനെ ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പ് ഇങ്ങോട്ട് പോന്നു എന്ന് പഠിച്ചോളൂ. അപ്പൊ ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പ് വന്നത് എവിടെയാ? നമ്മുടെ കൊച്ചിയില്. ഓക്കെ, അപ്പൊ കൊച്ചിൻ ഷിപ്പ്യാർഡ് അവിടെ പണി കഴിപ്പിച്ചു. അത് വെറും ഷിപ്പ്യാർഡ് അല്ല, ബിഗ്ഗസ്റ്റ് ഷിപ്പ്യാർഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷിപ്പ്യാർഡ്, കപ്പൽ നിർമ്മാണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചാൽ അത് കൊച്ചിയിലാണ്. ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പ് വന്ന കൊച്ചിയിൽ തന്നെയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. അതാണ് ബിഗ്ഗസ്റ്റ് ഷിപ്പ്യാർഡ് ഇൻ ഇന്ത്യ. ഓക്കെ, ഫസ്റ്റ് ഷിപ്പ് ബിൽറ്റ് ഇൻ കൊച്ചിൻ ഷിപ്പ്യാർഡ്.
കൊച്ചിൻ ഷിപ്പ്യാർഡിൽ പണി കഴിപ്പിച്ച ആദ്യത്തെ ഷിപ്പ് ഏത് എന്ന് ചോദിച്ചാൽ അത് റാണി പത്മിനിയാണ്. അറബിക്കടലിന്റെ റാണിയല്ലേ, അപ്പൊ ആ റാണിയിൽ നിന്നും ആ റാണി, ഓക്കെ, പത്മിനി പത്മനാഭന്റെ മണ്ണല്ലേ ട്രിവാൻഡ്രം. അപ്പൊ ട്രിവാൻഡ്രത്തോടുള്ള സ്നേഹം കൊണ്ട് ആ പത്മനാഭനെയും കടമെടുത്തു, റാണി പത്മിനി എന്ന് പഠിച്ചോളൂ. അപ്പോ കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ആദ്യത്തെ കപ്പൽ ഏത് എന്ന് ചോദിച്ചാൽ റാണി പത്മിനി. കൊച്ചി ഷിപ്പ്യാർഡ് ഇനാഗുറേറ്റ് ചെയ്ത വർഷം എന്ന് ചോദിച്ചാൽ 1928 ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം. ഓക്കെ, സൈമൺ കമ്മിറ്റി ഇന്ത്യയിൽ വന്ന വർഷം. സൈമൺ കമ്മീഷൻ വന്നത് 1927 ഓക്കെ, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് 1928. ആ വർഷം ലാലാ ലജ്പത് റോയ് ബ്രിട്ടീഷുകാരുടെ ലാത്തി ചാർജിൽ മരണപ്പെട്ട വർഷം 1928. ആ വർഷമാണ് സുഹൃത്തുക്കളെ 1928 കൊച്ചി പോർട്ട് ഇനാഗുറേറ്റ് ചെയ്തത് റോബർട്ട് ബ്രിസ്റ്റോ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ പോർട്ട് പണി കഴിപ്പിച്ചത്. ഓക്കെ, പണി കഴിപ്പിച്ച ഉടനെ അദ്ദേഹത്തിന് ഒരു ബുക്ക് എഴുതണമെന്ന് തോന്നി. റോബർട്ട് ബ്രിസ്റ്റോ കൊച്ചി പോർട്ടൊക്കെ പണി കഴിപ്പിച്ചതല്ലേ, അപ്പൊ ആ സാഗരത്തിനെ കുറിച്ച് അദ്ദേഹം ഒരു ബുക്ക് എഴുതി. അതാണ് കൊച്ചിൻ സാഗ. റോബർട്ട് ബ്രിസ്റ്റോയുടെ പുസ്തകമാണ്. ഓക്കെ, അപ്പൊ 1928 കൊച്ചി പോർട്ട് പണി കഴിപ്പിച്ചത്. അതിൽ നിന്നും 8 കൂട്ടിയാൽ 8ന്റെ കളിയാണ്. 8 കൂട്ടിയാൽ 1936. ഓക്കെ, ആ 1936 ഒരു പ്രത്യേകതയുണ്ട്. അന്നാണ് കൊച്ചി മേജർ പോർട്ടായി മാറിയത്. 1928 നിന്നും 8 കൂട്ടിയാൽ 1936, അന്ന് കൊച്ചി മേജർ പോർട്ടായി മാറി. ഇനി ഒരു കാര്യം കൂടെ നോക്കാം. 1928 ഇനാഗുറേറ്റ് ചെയ്തപ്പോ കൊച്ചിയിൽ ആദ്യമായിട്ട് വന്ന ഷിപ്പ് ഏത് എന്ന് ചോദിച്ചാൽ അത് SS പത്മയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ആദ്യം പണി കഴിപ്പിച്ചത് റാണി പത്മിനി. കൊച്ചിയിൽ ആദ്യമായിട്ട് വന്നത് SS പത്മ. ആ പത്മിനിയിലെ അവിടെയും പത്മയുണ്ട്. ട്രിവാൻഡ്രത്തോടുള്ള സ്നേഹം കൊണ്ട് കൊച്ചിക്കാർ ആ പേരിട്ടു എന്ന് ആലോചിച്ചാൽ മതി. SS പത്മ അങ്ങനെയൊന്നുമല്ല, എങ്കിലും ചുമ്മാ ആലോചിക്കൂ. അപ്പൊ കൊച്ചിയിലെ ഷിപ്പ്യാർഡിൽ പണി കഴിപ്പിച്ച ആദ്യത്തെ ഷിപ്പ് റാണി പത്മിനി. കൊച്ചി പോർട്ടിൽ ആദ്യമായിട്ട് എത്തിയ കപ്പൽ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ SS പത്മ. എന്നാൽ കൊച്ചിയിൽ എത്തിയത്, ഇന്ത്യയിൽ തന്നെ എത്തിയ ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പ് ഏത് എന്ന് ചോദിച്ചാൽ പ്രസിഡന്റ് ടൈലർ. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖം ഏത് എന്ന് ചോദിച്ചാൽ ഷേവൊക്കെ ചെയ്ത് കുട്ടപ്പനായിട്ട് നിൽക്കുന്നു, ജവഹർലാൽ നെഹ്റു പോർട്ട്. നാവാഷേവ അല്ല എന്നുണ്ടെങ്കിൽ ജവഹർലാൽ നെഹ്റു പോർട്ട്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ 1936, 1928 നിന്നും 8 കൂട്ടിയാൽ 1936, അന്നാണ് കൊച്ചി മേജർ പോർട്ടായി മാറുന്നത്. ആ 8ന്റെ സ്ക്വയർ അല്ലേ സുഹൃത്തുക്കളെ 64. അപ്പൊ 1964 കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് വന്നു നിലവിൽ. 1964 വീണ്ടും ആ 64 നിന്നൊരു 8 കൂട്ടിയാൽ 1972. 1972 കൊച്ചിൻ ഷിപ്പ്യാർഡ് നിലവിൽ വന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ്. അതിന് സഹായിച്ച രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ ജപ്പാനാണ്. ജപ്പാൻ എന്ന് പഠിച്ചോളൂ. രാജപ്പനാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് നിലവിൽ വരാൻ വേണ്ടി നമ്മളെ സഹായിച്ചത്. ജപ്പാൻ. അതിൽ 6 എടുത്ത് കളഞ്ഞാൽ ജപ്പാൻ. ഓക്കെ, കൊച്ചിൻ ഷിപ്പ്യാർഡ് വരാൻ വേണ്ടി സഹായിച്ചതായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ജപ്പാൻ. 6 എടുത്ത് കളഞ്ഞാൽ ജപ്പാൻ. രാജപ്പൻ അല്ല, ജപ്പാൻ തന്നെയാണ്. ഓക്കെ അല്ലേ? ഈ 1928, 36, 64 എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഹോക്കി ടീം ഇതില് ഒളിമ്പിക്സില് ഗോൾഡ് മെഡൽ നേടിയ വർഷങ്ങളാണ്. ഇത് മാത്രമല്ല 1928, 1932, 1936, 1948, 1952, 1956, പിന്നെ 1964, പിന്നെ 1980. ഇത്രയും വർഷങ്ങളിലാണ് ഇന്ത്യൻ ഹോക്കി ടീം ഒളിമ്പിക്സില് ഗോൾഡ് മെഡൽ നേടിയത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ കൊച്ചിയിലാണെങ്കിൽ കൊച്ചിയുമായിട്ട് ബന്ധപ്പെട്ട് 1928 കൊച്ചി തുറമുഖം ഇനാഗുറേറ്റ് ചെയ്തു. അതിൽ നിന്ന് 8 വർഷം കഴിഞ്ഞപ്പോൾ കൊച്ചിയെ മേജർ പോർട്ടായി പ്രഖ്യാപിച്ചു 1936. ആ 8ന്റെ സ്ക്വയർ 1964. 8ന്റെ സ്ക്വയർ 64 കൊച്ചി പോർട്ട് ട്രസ്റ്റ് ഇന്ത്യ ട്രസ്റ്റ് ചെയ്തു തുടങ്ങി. അടിപൊളി പോർട്ടാണ് എന്ന് കരുതിക്കോളൂ. പിന്നെ അതിൽ നിന്ന് വീണ്ടും ഒരു 8 കൂട്ടിയപ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷിപ്പ്യാർഡ് കൊച്ചിയിൽ വന്നു. എങ്കിൽ ഏറ്റവും ആദ്യത്തെ ഷിപ്പ്യാർഡ് വിശാഖപട്ടണത്താണ്, ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ്. ഓക്കെ, അപ്പോ ഇത്രയുമാണ് കൊച്ചിയിൽ നിന്ന് നോക്കാനുള്ളത്. ഇനിയൊരു കാര്യം കൂടി, ഈ കൊച്ചി തുറമുഖം പണി കഴിപ്പിച്ചപ്പോ അവിടെ നിന്ന് എടുത്ത മണ്ണിൽ കൃത്രിമമായി നിർമ്മിച്ച ഒരു ഐലാൻഡ് ഉണ്ട്. അതാണ് വെല്ലിംഗ്ടൺ ഐലൻഡ്. കൊച്ചിയിലെ മണ്ണെടുത്ത് സൂപ്പർ വെല്ലായിട്ട് പണി കഴിപ്പിച്ചതാണ് വെല്ലിംഗ്ടൺ ഐലാൻഡ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും ചെറിയ ദേശീയപാത. NH-47A ആയിരുന്നു മുന്നേ, ഇപ്പോ 966B. ഓക്കെ, 966B.
അപ്പോ വെല്ലിംഗ്ടൺ ഐലാൻഡിൽ കൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 966B. ഇത് കുണ്ടന്നൂർ മുതൽ വെല്ലിംഗ്ടൺ വരെയാണ് എന്ന് ഓർത്തോളൂ. അപ്പൊ കൊച്ചിയിൽ നിന്നും ഇത്രയുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പൊ കൊച്ചി പോർട്ട് പാട്ട് ഓർത്തോളൂ, കൊച്ചി കായൽ. ഓക്കെ, കൊച്ചിയിലുള്ള കായൽ വേമ്പനാട്ട് കായലാണ്. ഓക്കെ, കൊച്ചിക്ക് അറബിക്കടലിന്റെ റാണി എന്ന് പേരിട്ടത് ഒരു ചിട്ടി ഫൈനാൻസുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ ചിട്ടി എടുക്കാൻ വേണ്ടി സോപ്പിട്ടെന്ന് കരുതിക്കോളൂ. ഓക്കെ, ആർ.കെ. ഷൺമുഖം ചെട്ടിയാണ്. ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഫിനാൻസ് മിനിസ്റ്റർ അദ്ദേഹമാണ്. ഓക്കെ, അറബിക്കടലിന്റെ റാണി എന്ന് അദ്ദേഹം വിളിച്ചു. കൊച്ചി പോർട്ട് പണി കഴിപ്പിച്ചത് ബ്രിട്ടീഷുകാർ റോബർട്ടിനെ വിറ്റിട്ടാണ്, റോബർട്ട് ബ്രിസ്റ്റോ. ഓക്കെ, അവിടെ അറബിക്കടലിന്റെ റാണി എന്ന് വിളിച്ച ഉടനെ അത് കാണാൻ വേണ്ടി ഇന്ത്യയിൽ ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പ് വന്നത് കൊച്ചിയിലാണ്. കണ്ടെയ്നർ ഷിപ്പില് പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസിഡന്റ് ടെയ്ലർ ആണ്. കണ്ട ഉടനെ ഓടി വന്നത്. ബിഗ്ഗസ്റ്റ് ഷിപ്പ് യാർഡ് ഇൻ ഇന്ത്യ, ഫസ്റ്റ് ഷിപ്പ് ബിൽട്ട് ഇൻ കൊച്ചി. കൊച്ചിയുടെ പേര് അറബിക്കടലിന്റെ റാണി എന്നല്ലേ? ആ റാണിയും പത്മനാഭനും ചേർന്ന് റാണി പത്മിനി. ഓക്കെ, എങ്കിൽ കൊച്ചി പോർട്ട് ഇനാഗുറേറ്റ് ചെയ്ത വർഷം 1928 ആദ്യമായി കൊച്ചിയിൽ എത്തിയ ഷിപ്പ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ SS പത്മ. ആ പത്മിനിയിലെ പത്മ. ഇനി കൊച്ചിയുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ ആയിട്ടുള്ള വർഷങ്ങൾ 1928 അത് പണി കഴിപ്പിച്ച വർഷം. 8 വർഷം കഴിഞ്ഞ 1936 മേജർ പോർട്ടായി മാറി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 8ന്റെ സ്ക്വയർ 1964 പോർട്ടിനെ ട്രസ്റ്റ് ചെയ്തു, കൊച്ചി പോർട്ട് ട്രസ്റ്റ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 8 വർഷം കഴിഞ്ഞ് 1972 കൊച്ചിൻ ഷിപ്പ് യാർഡ് നിലവിൽ വന്നു. ആരുടെ സഹായത്തിൽ? രാജപ്പന്റെ സഹായത്തിൽ. ആരെ? ജപ്പാൻ. ഓക്കെ അല്ലേ? റോബർട്ട് ബ്രിസ്റ്റോ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചി തുറമുഖമൊക്കെ പണിത് ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ആ തുറമുഖത്തിനെ കുറിച്ചിട്ട്, അവിടുത്തെ കടലിനെ കുറിച്ചിട്ട് ഒരു ബുക്ക് എഴുതി. അതാണ് കൊച്ചിൻ സാഗ. കൊച്ചിൻ സാഗരത്തിനെ കുറിച്ച് ഒരു ബുക്ക് എഴുതി എന്ന് പഠിച്ചോളൂ. ഇനി അവിടുത്തെ മണ്ണെടുത്ത് വെല്ലിംഗ്ടൺ ഐലാൻഡ് ഉണ്ടാക്കി. അവിടെ കൂടെ പോകുന്ന, കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും ചെറിയ ദേശീയപാത NH-47A ആയിരുന്നു പഴയ പേര്. ഇപ്പോ 966B, കുണ്ടന്നൂർ തൊട്ട് വെല്ലിംഗ്ടൺ വരെ. ഓക്കെ അല്ലേ? അപ്പോ അടുത്ത പോർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ മറ്റൊരു കാര്യം കൂടി. ഓക്കെ, 1341 പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കം വളരെ ഫേമസ് ആണ് സുഹൃത്തുക്കളെ. 1341. ഇങ്ങനെ ആലോചിച്ചോളൂ, അങ്ങും ഇങ്ങും 1, ഇടയ്ക്ക് 3, 4. ഓക്കെ അല്ലേ? അപ്പൊ 1341 പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പോർട്ട് ഒലിച്ചുപോയി. ഓക്കെ, മണ്ണിനടിയിലായി എന്ന് വേണമെങ്കിലും പറയാം. അതേതാണ് എന്ന് ചോദിച്ചാൽ കൊടുങ്ങല്ലൂരിൽ നിലനിന്ന മുസിരിസ് എന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പോർട്ട് എന്നറിയപ്പെടുന്ന മുസിരിസ്. ഓക്കെ, 1341 പെരിയാറിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയി. അത് മുസിരിസിന്റെ പതനവും എന്നാൽ വേമ്പനാട്ട് കായലിന്റെ, അതിലൂടെ നമ്മളെ കൊച്ചി പോർട്ടിന്റെ ഉദയവുമാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതോടുകൂടിയാണ് വേമ്പനാട്ട് കായലിന്റെ ലാൻഡ്സ്കേപ്പ് വലുതായത്. അങ്ങനെ വലുതായത് കൊണ്ടാണ് 1928 കൊച്ചി പോർട്ട് അവിടെ വരാൻ കാരണമായതെന്ന് കൂടി കണക്ട് ചെയ്ത് പഠിച്ചോളൂ. ഓക്കെ, അപ്പൊ അടുത്തതിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ കിഴക്കൻ തീരത്തുള്ള തുറമുഖങ്ങളാണ്. നമ്മൾ ഫസ്റ്റ് കൊച്ചി നോക്കി, അവിടെ നിന്ന് നേരെ പോകുന്നത് ഇന്ത്യൻ കിഴക്കൻ തീരത്തുള്ള തുറമുഖങ്ങളാണ്. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. പടിഞ്ഞാറൻ തീരത്തുള്ള തുറമുഖങ്ങൾ പോലെ തന്നെയാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പടിഞ്ഞാറൻ തീരത്തുള്ള തുറമുഖങ്ങൾ ചോദിക്കുന്നത് പോലെ തന്നെ ഈ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസും ധാരാളം വരാറുണ്ട്. ഓക്കെ, അപ്പോ കിഴക്കൻ തീരത്ത് എത്ര സംസ്ഥാനങ്ങളിലാണ് അല്ലെങ്കിൽ എത്ര സ്ഥലങ്ങളിലാണ് തുറമുഖങ്ങൾ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാ ഇത്രയും ഭാഗത്താണ്. അതെങ്ങനെ നമുക്ക് പഠിച്ചു വെക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബംഗാളി ഓടി എന്ന് ആലോചിച്ചോളൂ. ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിലുള്ള ബാറിലേക്ക്. ഓക്കെ, ഒന്നുമില്ല, ബംഗാളി കൊൽക്കട്ടയിലാണ്. അടുത്ത് ഓടി, ഒഡീഷ. ആന്ധ്രയിൽ നിന്നും ആന്ധ്രാപ്രദേശ് തമിഴ്നാട്ടിലെ ബാറിലേക്ക്. തമിഴ്നാട് ബാർ എന്ന് പറഞ്ഞാൽ ആ ബാറല്ല സുഹൃത്തുക്കളെ, ആൻഡമാൻ നിക്കോബാർ ആണ്. കിഴക്കൻ തീരങ്ങളിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട തുറമുഖങ്ങളെല്ലാം ഇത്രയും സ്ഥലത്താണുള്ളത്. ഓക്കെ അല്ലേ? അപ്പോ നമുക്ക് ഫസ്റ്റ് തുറമുഖം പഠിക്കാം. ആദ്യം നമുക്ക് കൊൽക്കട്ടയിൽ നിന്നും തുടങ്ങാം. കൊൽക്കട്ട പോർട്ടും കൊൽക്കട്ടയുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും നമുക്ക് ഒറ്റ കോഡിലൂടെ കണക്ട് ചെയ്തിട്ട് ടപ്പേന്ന് പഠിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കോഡ് നോക്കാം. ഒരു ബംഗാളിയോട് അദ്ദേഹത്തിന്റെ മകള്, ഓക്കെ,
പെർമിഷൻ ചോദിക്കുക. എന്തിന്? കളിക്കാൻ പോകാനായിട്ട്. ഗംഗ സ്പോർട്സ് പ്ലെയർ ആണെന്ന് കരുതിക്കോളൂ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. ബംഗാളിയോട് കളിക്കട്ടെ എന്ന് ചോദിച്ചു. ആര്? ഗംഗ. അപ്പൊ പുള്ളി തിരിച്ചു ചോദിച്ച എവിടെയാണ്? അപ്പൊ പറയാ ഗാർഡനില്. എന്ത് കളി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ക്രിക്കറ്റ് ആണ്. ക്രിക്കറ്റില് ഗംഗ ബോളറാണ്. അപ്പോ അയാൾ ചോദിക്കുക ക്രിക്കറ്റിൽ നിനക്ക് എന്താണ് കൂടുതൽ ഇഷ്ടം? ഗൂഗിളി എറിയാനാണ്. ഗൂഗിളി. ക്രിക്കറ്റിലെ ബോളിംഗുമായിട്ട് ബന്ധപ്പെട്ടൊരു പദമാണ് ഗൂഗിളി. ഗൂഗിളി എറിയുന്നത് എങ്ങനെയെന്ന് പുള്ളി ചോദിച്ചപ്പോ ഗംഗ പറയുന്നു മുഷ്ടി ചുരുട്ടി, മുഷ്ടി ചുരുട്ടി, മുഷ്ടി ചുരുട്ടി. ഒന്നുമില്ല, കോഡ് കണക്ട് ചെയ്യാം. അപ്പോ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും. ബംഗാളി കളിക്കട്ട. കൊൽക്കത്ത പോർട്ട് സ്ഥിതി ചെയ്യുന്നത് ബംഗാളിലാണ്. ബംഗാളിലാണ്. ഓക്കെ. ഗംഗ ഗാർഡനിൽ പോയി ക്രിക്കറ്റ് കളിച്ചോട്ടെ എന്നാണ് ചോദിച്ചത്. അവിടെ ഗൂഗിളിയാണ് ഗംഗയ്ക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വജ്രായുധം ക്രിക്കറ്റിൽ. അപ്പൊ അത് കണക്ട് ചെയ്യാം. ഗംഗ, കൊൽക്കത്ത പോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഗംഗാ നദിയിലാണ്. ഗംഗാ നദിയുടെ കൈവഴിയായ ഹൂഗ്ലി റിവറിലാണ്. ഹൂഗ്ലി റിവറിലാണ്. ഓക്കെ. അടുത്ത ഗാർഡനിൽ പോയി കളിച്ചോട്ടെ എന്നാണ് ചോദിക്കുന്നത്. ആ ഗാർഡനുമായിട്ടൊരു ബന്ധമുണ്ട്. കൊൽക്കത്ത പോർട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഷിപ്പ്യാർഡ് ഏത് എന്ന് ചോദിച്ചാൽ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയർ ലിമിറ്റഡ്. ഓക്കെ. കൊൽക്കത്ത പോർട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഷിപ്പ്യാർഡ്. ഓക്കെ. അപ്പൊ ആ ഗാർഡൻ ആണ്. അത് മാത്രമല്ല, ഗാർഡൻ വെച്ച് ക്രിക്കറ്റിനും ഒരു ബന്ധമുണ്ട്. ക്രിക്കറ്റിന്റെ മെക്ക എന്നറിയപ്പെടുന്നത് ഈഡൻ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ്. ഓക്കെ. കൊൽക്കത്തയിൽ സ്ഥിതി ചെയ്യുന്നത് ഈഡൻ ഗാർഡൻസ്, ക്രിക്കറ്റിന്റെ മെക്ക. അത് മാത്രമല്ല, ഗംഗയുടെ കൈവഴിയാണ് ഗൂഗ്ലി എന്ന് വെച്ച് കണക്ട് ചെയ്ത ഹൂഗ്ലി എന്ന് നമ്മൾ പറഞ്ഞു. ഹൂഗ്ലി നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ഒന്ന് സ്വാഭാവികം കൊൽക്കട്ടയാണ്. കൊൽക്കത്ത പോർട്ട് ഹൂഗ്ലിയിലല്ലേ സ്ഥിതി ചെയ്യുന്നത്. അത് മാത്രമല്ലാതെ മുർഷിദാബാദ് ഉണ്ട്. ഹൂഗ്ലി എങ്ങനെ എറിയുന്നു ചോദിച്ചപ്പോൾ മുഷ്ടി ചുരുട്ടി എന്നല്ലേ പറഞ്ഞത്? അതെ, മുഷ്ടി ചുരുട്ടി. മുർഷിദാബാദ് ഇങ്ങനെ കണക്ട് ചെയ്തോളൂ. എന്തുകൊണ്ട് മുർഷിദാബാദ് ഇമ്പോർട്ടന്റ് ആകുന്നു എന്ന് കരുതി. കൊൽക്കത്തയിലോട്ട് ഗംഗ പ്രവേശിച്ചതിന് ശേഷം മുർഷിദാബാദിൽ വെച്ചാണ് രണ്ടായിട്ട് പിരിയുന്നത്. അതിന്റെ ഒരു കൈവഴി ബംഗ്ലാദേശിലേക്ക് പത്മ എന്ന പേരിലേക്ക് എത്തും. മറ്റേ കൈവഴി കൊൽക്കത്തയിലേക്ക് ഹൂഗ്ലി എന്ന് പറയുന്ന പേരിലോട്ടും എത്തും. പത്മ ബംഗ്ലാദേശിൽ പ്രവേശിച്ച് അവിടെ വെച്ചിട്ട് അവിടെ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ജമുന എന്ന പേരിലാണ്. ജമുനയുമായിട്ട് മിക്സായി മേഘ്ന എന്ന പേരിൽ ഒഴുകിപ്പോവും. അത് നമുക്ക് നദികളെ കുറിച്ചുള്ള ക്ലാസ്സിൽ വളരെ ഭംഗിയായി കോഡൊക്കെ വെച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇവിടെ നമുക്ക് ഇത്രേ അറിയാനുള്ളൂ. മുർഷിദാബാദിൽ വെച്ച് ഗംഗ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവും. അതിലൊന്ന് കൊൽക്കത്തയിൽ ഹൂഗ്ലി എന്ന് പറയുന്ന പേരിൽ പ്രവേശിക്കും. ഓക്കെ. ഒരു കൈവഴി പത്മ എന്ന പേരിൽ ബംഗ്ലാദേശിലേക്കും പോകും. അപ്പോ മുഷ്ടി ചുരുട്ടി മുർഷിദാബാദ്, ഹൂഗ്ലി. ഓക്കെ അല്ലേ? ഗംഗയാണ്. ഓക്കെ. അപ്പൊ ഗാർഡൻ വെച്ച് കണക്ട് ചെയ്തത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്. ഷിപ്പ്യാർഡ് കൊൽക്കത്തയിലുള്ളത്. മറ്റൊരു ഗാർഡൻ ഈഡൻ ഗാർഡൻസ് ആണ്. ക്രിക്കറ്റിന്റെ മെക്ക എന്നറിയപ്പെടുന്നു. അത് മാത്രമല്ല, ഫുട്ബോളുമായിട്ടും കണക്ട് ചെയ്തോ. ഗംഗ ചെറിയൊരു ഫുട്ബോൾ പ്ലെയർ ആണെന്നും കൂട്ടിക്കോ. ഇന്ത്യൻ ഫുട്ബോളിന്റെ ഈറ്റില്ലം, ഫുട്ബോളിന്റെ മെക്ക എന്നറിയപ്പെടുന്നതും കൊൽക്കത്ത. പാലസുകളുടെ നാടാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ രാജകുമാരൻ അല്ലെ സൗരവ് ഗാംഗുലിയുടെ നാടാണ് കൊൽക്കത്ത. ഓക്കെ. അപ്പോ കൊൽക്കത്തയിൽ നിന്നും ഇത്രയുമാണ് ഉള്ളത്. ഓക്കെ. അത് മാത്രമല്ല, ഹാൽഡിയ കൊൽക്കത്ത പോർട്ടിന്റെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് അടുത്ത് കൊണ്ടുവന്ന മറ്റൊരു പോർട്ടാണ് ഹാൽഡിയ. കൊൽക്കട്ട, ഹാൽഡിയ, കോല് ഹാല്. അങ്ങനെ കണക്ട് ചെയ്തോളൂ. ഓക്കെ അല്ലേ? സെറ്റാണ്. അപ്പൊ കോടിയിൽ നിന്ന് വരാം. ബംഗാളിയോട് കളിക്കട്ട എന്ന് ചോദിച്ചത് ആരാ? ഗംഗ. അതിനു മുന്നേ ഒരു കാര്യം കൂടെ പറയാം. ആ ബംഗാളിയുടെ പേര് എന്താണ്, അല്ലെങ്കിൽ ആ ബംഗാളി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ശ്യാമളമായ പ്രസാദ സുന്ദരമായ മുഖമുള്ള ഒരു ബംഗാളിയാണ് എന്ന് കൂടി ചുമ്മാ ഓർത്ത് വെച്ചോളൂ. അത് മനസ്സിന്റെ എവിടെയെങ്കിലും ഒന്ന് ഇട്ടിരുന്നാൽ മതി. നമുക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും. ശ്യാമപ്രസാദ് മുഖർജി പോർട്ട് എന്നാണ് കൊൽക്കത്ത പോർട്ടിന്റെ പുതിയ പേര്. അപ്പൊ ബംഗാളി ആരാ? ശ്യാമളവും അല്ലേ പ്രസാദ സുന്ദരവുമായ മുഖമുള്ളത്. അല്ലെങ്കിൽ ഈ മുഖർജി എന്ന് പറയുന്നതൊക്കെ ബംഗാളിലുള്ള കമ്മ്യൂണിറ്റി അല്ലേ. റാണി മുഖർജി അവരുടെ നേറ്റീവ് മുംബൈയിലാണ് ജനിച്ചതെങ്കിലും അവരുടെ ഒറിജിൻ വന്നിട്ട് ബംഗാളാണ്. ഓക്കെ. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യൂ അല്ലേ. ബംഗാളിയോട് കളിക്കട്ട എന്ന് ചോദിച്ചത് ഗംഗയാണ്. അപ്പൊ ഗംഗാ റിവറിന്റെ കൈവഴിയായിട്ടുള്ള ഹൂഗ്ലി, കളിക്കട്ട, കൊൽക്കത്ത ബംഗാളിലാണ്. എന്ത് കളി എന്ന് പറഞ്ഞാൽ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയർ കൊൽക്കത്ത പോർട്ടിലാണ്. പിന്നെ ക്രിക്കറ്റ്. അത് മാത്രമല്ല, ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഗാർഡൻ വന്നിട്ട് ഈഡൻ ഗാർഡൻസ്, ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മെക്ക, ഫുട്ബോളിന്റെയും മെക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ്. ഫുട്ബോളിന്റെ ഈറ്റില്ലം. ഓക്കെ. അപ്പോ ഗംഗയ്ക്ക് ഏറ്റവും ഫേവറേറ്റ് ഗൂഗ്ലി,
ഹൂഗ്ലി. ഹൂഗ്ലി ഹൂഗ്ലി നദിയിലാണ് കൊൽക്കത്ത പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഹൂഗ്ലി അറിയുന്നത് എങ്ങനെയാണ്? മുഷ്ടി ചുരുട്ടി മുർഷിദാബാദ്. ഹൂഗ്ലി നദീതീരത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പട്ടണമാണ്. അവിടെ വെച്ച് രണ്ട് കൈവഴിയായിട്ട് പിരിയും ഗംഗ. ഒന്ന് ഹൂഗ്ലി എന്ന പേരിൽ കൊൽക്കത്തയിലോട്ടും മറ്റത് പത്മ എന്ന പേരിൽ ബംഗ്ലാദേശിലോട്ടും. ഓക്കെ അല്ലേ? സെറ്റാണേ. അപ്പൊ നമുക്ക് അടുത്ത പോർട്ട് നോക്കാവേ. പാരാദീപ്, ഒഡീഷ. ഒറ്റ കോഡിൽ നമ്മൾ ഇപ്പൊ പഠിക്കും. ബിജു പടനായകനിട്ട് പാര വെച്ചിട്ട് കിഴക്കോട്ടോടി. ബിജു പടനായകനിട്ട് പാര വെച്ചിട്ട് എങ്ങോട്ട്? കിഴക്കോട്ടോടി എന്നാണ്. അതിലുണ്ട്. ഓക്കെ, ബിജു പടനായകനിട്ട് പാര വെച്ചു. യെസ്, ബിജു പട്നായിക് പോർട്ട്. പാരാദീപ്. പാരാദീപ് പോർട്ടിന്റെ പുതിയ പേര് ബിജു പട്നായിക് പോർട്ട്. ഓക്കെ, വച്ചിട്ട് എങ്ങോട്ടാണ് പോയത്? കിഴക്കോട്ട് ഓടി. കിഴക്കൻ തീരത്ത് പണി കഴിപ്പിച്ച ആദ്യത്തെ പോർട്ട് ഏത് എന്ന് ചോദിച്ചാൽ ഓക്കെ പാരാദീപാണ്. ഒഡീസയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, കിഴക്കൻ തീരത്ത് പണി കഴിപ്പിച്ച ആദ്യത്തെ പോർട്ട് ഏത് വർഷം? 1960-ലാണ്. സിന്ധു നദീജല കരാർ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് നിലവിൽ വന്ന അതേ വർഷം. ഓക്കെ, ഗുജറാത്ത് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾ ഫോമായ അതേ വർഷം 1960. അതിന്റെ സന്തോഷത്തിൽ ഒഡീസയിൽ പാരാദ്വീപ് അവര് പണി കഴിപ്പിച്ചു. ഓക്കെ, അതിന്റെ സന്തോഷത്തിൽ പണി കഴിപ്പിച്ചത് പാര വയ്ക്കുന്ന ഒരു ദ്വീപാണ്. ആര് പാര വെച്ചു? ബിജു പടനായകനിട്ട് പാര വെച്ചിട്ട് കിഴക്കോട്ട് ഈസ്റ്റ് സൈഡിലോട്ട് ഓടി. ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ. അപ്പോ നിങ്ങൾ കണക്ട് ആയിട്ടുണ്ട് എന്ന് കരുതുന്നു. പാരാദ്വീപിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് നോക്കാനുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത് നോക്കേണ്ടത് ആന്ധ്രയാണ്. ഫസ്റ്റ് കോഡ്, ആദ്യം പറഞ്ഞ കോഡ് ആലോചിക്കൂ. ബംഗാളി ഓടി ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിലെ ബാറിലേക്ക്. അല്ലേ? ഈസ്റ്റേൺ തീരങ്ങളില് നമുക്ക് പഠിക്കേണ്ട ഇമ്പോർട്ടന്റ് പോർട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പൊ നമുക്ക് അടുത്ത് ആന്ധ്രയിലുള്ള പോർട്ട് നോക്കാം. ഓക്കെ, ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിൽ നിന്നും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ള 3 പോർട്ടാണ്. ഓക്കെ, വിശാഖ്, ഗംഗ, കൃഷ്ണ. ഓക്കെ, നമുക്കത് കോഡിലൂടെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. വിശാഖ് ഗംഗയ്ക്ക് ഡോൾഫിൻ ഹില്ലിൽ വെച്ച്, വിശാഖ് ഗംഗയെ വിളിച്ചിട്ട് ഡോൾഫിൻ ഹില്ലിൽ കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് റോസാപ്പൂവും രത്നമാലയും കൊടുത്ത് ഉഷാറാക്കി എന്ന് പറഞ്ഞാൽ പ്രപ്പോസ് ചെയ്തു എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ വിശാഖ് ഗംഗയ്ക്ക് ഡോൾഫിൻ ഹില്ലിൽ വെച്ച് റോസാപ്പൂവും രത്നമാലയും കൊടുത്ത് ഉഷാറാക്കി. ഇത്രയിലും ഉണ്ട് നമുക്ക് പഠിക്കേണ്ട കോഡ്. വിശാഖ് ഗംഗയ്ക്ക് എന്നാണ്. അപ്പൊ വിശാഖപട്ടണം, ഗംഗാവാരം ഇത് എവിടെയെന്ന് ചോദിച്ചാൽ ആന്ധ്രാപ്രദേശിലാണ്. ഏത് പ്രദേശത്ത്? ആന്ധ്രാപ്രദേശത്ത്. ഓക്കെ, ഇനി ഡോൾഫിൻ ഹില്ല്, റോസാപ്പൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല. വിശാഖപട്ടണം സ്ഥിതി ചെയ്യുന്നത് ഡോൾഫിൻ ഹില്ലിനും റോസാ ഹില്ലിനും ഇടയിലാണ്. ഓക്കെ, ഇതാണ് ഡോൾഫിൻ ഹില്ല്. ഇവിടെ ചുണ്ട് കണ്ടോ? ഡോൾഫിനെ പോലെ അല്ലേ? ഓക്കെ, റോസ് ഹില്ല് ദാ ഇവിടെ ആയിട്ട് വരും. വിശാഖപട്ടണം പോർട്ട് ദാ ഇവിടെ ആയിട്ട് വരും. ഇതിന് രണ്ടിനും ഇടയിലാണ്. ഇന്ത്യയിൽ കരബന്ധിതമായിട്ടുള്ള ഏക പോർട്ട് വിശാഖപട്ടണമാണ്. ഓക്കെ, ഡോൾഫിൻ ഹില്ലിനും റോസ് ഹില്ലിനും ഇടയിലല്ലേ? ഇപ്പൊ 2 കരകൾക്കിടയിലല്ലേ വിശാഖപട്ടണം? ഓക്കെ, ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ, ഇനി അടുത്തെന്താണ്? അവിടെ വെച്ച് രത്നമാലയും കൊടുത്ത് ഉഷാറാക്കി എന്നാണ്. രത്നമാല എന്നാൽ ഇങ്ങനെ ആലോചിച്ചോളൂ. ഇന്ത്യൻ തുറമുഖങ്ങളിലെ രത്നം എന്നറിയപ്പെടുന്നത് ഏത് എന്ന് ചോദിച്ചാൽ വിശാഖപട്ടണമാണ്. ഓക്കെ, വിശാഖപട്ടണം അവിടെ വെച്ചിട്ട് ഉഷാറാക്കി എന്നാണ്. അതായത് വിശാഖപട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഷിപ്പ്യാർഡ് ഏത് എന്ന് ചോദിച്ചാൽ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് വിശാഖപട്ടണത്താണ്. അവിടെ നിർമ്മിച്ച ആദ്യത്തെ ഷിപ്പ് അല്ല, ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ആദ്യത്തെ ഷിപ്പ് ഏത് എന്ന് ചോദിച്ചാൽ ജൽ ഉഷയാണ്. അതാണ് ഉഷാറാക്കി. ഓക്കെ അല്ലേ? അപ്പോ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡിൽ നിന്നും നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ഷിപ്പ് ഏത് എന്ന് ചോദിച്ചാൽ അത് ജൽ ഉഷയാണ്. ഓക്കെ, അത് സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണത്താണ്. അതാണ് വിശാഖ് ഉഷാറാക്കി. ജൽ ഉഷ കണക്ട് ആണേ. ഓക്കെ അല്ലേ? ഇനി നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെന്റർ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശാഖപട്ടണത്താണ്. ആദ്യത്തെ ഷിപ്പ് പണിയെഴുപ്പിച്ച അവിടെയല്ലേ? അതുകൊണ്ട് നാഷണൽ ഷിപ്പ് ഡിസൈൻ ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആസ്ഥാനവും അവിടെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ അല്ലേ? ഓക്കെ, ISO സർട്ടിഫിക്കറ്റ് കിട്ടിയ ഫസ്റ്റ് ഷിപ്പ്യാർഡ് ഏത് എന്ന് ചോദിച്ചാൽ അത് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡാണ്. ആദ്യത്തെ കപ്പൽ ഉണ്ടാക്കിയ സ്ഥലം. അപ്പൊ അവിടെ തന്നെ ISO സർട്ടിഫിക്കറ്റും കൊടുത്തു. എന്നാൽ ഏറ്റവും വലിയ ഷിപ്പ്യാർഡ് അത് അത്ര കൊച്ചാണ്. പേരിൽ മാത്രം കൊച്ചുണ്ടെങ്കിലും അത്ര കൊച്ചല്ലാത്ത സ്ഥലമായ കൊച്ചിയിലാണ് ഏറ്റവും വലിയ ഷിപ്പ്യാർഡ് സ്ഥിതി ചെയ്യുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ്.
ഓക്കെ അല്ലേ? ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ പ്രൈവറ്റ് പോർട്ട് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലെ കൃഷ്ണപട്ടണം. മറ്റത് വിശാഖപട്ടണം പഠിച്ചു. അടുത്ത് കൃഷ്ണപട്ടണം. പിന്നെ വിശാഖ ഗംഗയ്ക്ക് ആണ് ഡോൾഫിൻ ഹില്ലും റോസാപ്പൂവും രത്നമാലയും കൊടുത്ത് ഉഷാറാക്കി എന്നാണ്. ഗംഗാവാരം പോർട്ട് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. വിശാഖപട്ടണത്തിന്റെ തൊട്ടടുത്താണ്. വിശാഖപട്ടണത്തിൽ നിന്ന് ഒരു 9 കിലോമീറ്ററേ ഉള്ളൂ. വിശാഖപട്ടണത്തിന്റെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഗംഗാവാരം പോർട്ട് നിലവിൽ വന്നത്. ഗംഗാവാരം. ഓക്കെ. 2025 മെയ് 2 വിഴിഞ്ഞം വന്നതോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള പോർട്ട് എന്നുള്ള സ്ഥാനം ഗംഗാവാരത്തിൽ നിന്നും വിഴിഞ്ഞം എടുത്തുകൊണ്ട് പോയി. ഓക്കെ. അത് അപ്ഡേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിൽ വരും. അപ്പോ ഇപ്പോ നിലവിൽ ഏറ്റവും ആഴമുള്ള തുറമുഖം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിഴിഞ്ഞമാണ്. ഓക്കെ. ഇതിനു മുന്നേ ഗംഗാവാരമായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോ ഗംഗാവാരം. എന്നാൽ ആഴം കൂടിയ പ്രൈവറ്റ് പോർട്ട് ഏത് എന്ന് ചോദിച്ചാൽ അതിപ്പോഴും വന്ന് ആന്ധ്രയിൽ തന്നെ, അന്തരത്തിലുള്ള പ്രൈവറ്റ് പോർട്ട് അന്തരം. ഓക്കെ. കൃഷ്ണപട്ടണം ആണ്. ഓക്കെ. അപ്പോ ഇത്രയും ആലോചിക്കൂ. ആന്ധ്രയെ കുറിച്ച് ആലോചിക്കുമ്പോൾ 3 പേര് ആലോചിച്ചാൽ മതി: വിശാഖ, ഗംഗ, കൃഷ്ണ. ഓക്കെ. അതിൽ കോഡ് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ വിശാഖിനെ ഗംഗയും വെച്ചിട്ട് കണക്ട് ചെയ്യാം. വിശാഖ ഗംഗയ്ക്ക് ഡോൾഫിൻ ഹില്ലിലും വെച്ച് റോസാപ്പൂവും രത്നമാലയും കൊടുത്ത് ഉഷാറാക്കിയെന്നാണ്. അപ്പോ വിശാഖപട്ടണം. അതിനടുത്ത് വിശാഖപട്ടണത്തിന്റെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി വന്നത് ഗംഗാവാരം. ഓക്കെ. ഡോൾഫിൻ ഹില്ലിൽ വെച്ച് റോസാപ്പൂവും എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഡോൾഫിൻ ഹില്ലിനും റോസ് ഹില്ലിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നത് വിശാഖപട്ടണമാണ്. ഓക്കെ. കരബന്ധിതമായിട്ടുള്ള ഏക തുറമുഖമാണ് വിശാഖപട്ടണം. ഓക്കെ. അവിടെ വെച്ച് നൽകിയത് രത്നമാലയും കൊടുത്ത് ഉഷാറാക്കി എന്നാണ്. രത്നമാല, ഇന്ത്യൻ തുറമുഖങ്ങൾക്കിടയിലെ രത്നം എന്നറിയപ്പെടുന്നത് വിശാഖപട്ടണം. ഓക്കെ. ഉഷാറാക്കി. വിശാഖപട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ ഷിപ്പ് യാർഡ്. അവിടെ നിർമ്മിച്ച ആദ്യത്തെ ഷിപ്പ് ഏതാ? ജൽ ഉഷ. അതാണ് ഉഷാറാക്കി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത തമിഴ്നാട്ടിൽ നിന്നുള്ള പോർട്ടുകളാണ് നോക്കേണ്ടത്. അതിലേക്ക് പോവാം. അപ്പോൾ അടുത്ത് നമുക്ക് തമിഴ്നാട്ടിലുള്ള പോർട്ടുകൾ നോക്കാം. കാമരാജൻ പോർട്ട്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കാമരാജൻ പോർട്ട്. നല്ല പേരല്ലേ? ഓക്കെ. തമിഴ്നാട്ടിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ലീഡറാണ് കാമരാജ്. പെരുന്തലൈവർ എന്നറിയപ്പെടുന്നു. കിങ് മേക്കർ എന്നൊക്കെ അറിയപ്പെടുന്നത് കാമരാജാണ് തമിഴ്നാട്ടിലെ. ഓക്കെ. അപ്പൊ നമുക്കൊരു കോഡിലൂടെ സിമ്പിളായിട്ട് പഠിച്ചു വെക്കാം. കാമരാജന്റെ കമ്പനിയിൽ വിൽക്കുന്നത് എണ്ണയും കൽക്കരിയുമാണ് എന്ന് ഓർത്തോളൂ. കാമരാജന്റെ കമ്പനിയിൽ വിൽക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എണ്ണയും കൽക്കരിയും. ഓക്കെ. കണക്ട് ചെയ്യാം. കാമരാജൻ പോർട്ട്. കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയായി രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ പോർട്ട് ഏത് എന്ന് ചോദിച്ചാൽ അത് കാമരാജൻ പോർട്ടാണ്. ഓക്കെ. അവിടെ വിൽക്കുന്നത് എണ്ണയും കൽക്കരിയുമാണ് എന്നാ പറയുന്നത് സുഹൃത്തുക്കളെ. എണ്ണൂർ പോർട്ടിന്റെ പുതിയ പേരാണ് കാമരാജൻ പോർട്ട്. എണ്ണൂർ പോർട്ട് കാമരാജൻ പോർട്ടാണ്. എന്തിന് ഫേമസ് എന്ന് പറഞ്ഞാൽ കൽക്കരി കയറ്റുമതിക്കാണ് ഫേമസ്. ഓക്കെ. അപ്പോ എനർജി പോർട്ട് എന്നറിയപ്പെടുന്നതും കാമരാജൻ പോർട്ടാണ്. ഓക്കെ. കയറ്റുമതി ചെയ്യുന്നത് എണ്ണയും കൽക്കരിയുമാണ്. അത് എനർജി അല്ലേ? ഹൈലി ഇൻഫ്ലേമബിൾ അല്ലേ? അത് എനർജിയാണ്. അപ്പൊ എനർജി പോർട്ട് എന്നറിയപ്പെടുന്നു. അല്ലെങ്കിൽ കാമരാജൻ ഫുൾ എനർജറ്റിക് ആണ് എന്ന് ആലോചിച്ചോളൂ. അങ്ങനെ ചെയ്തോളൂ. ഓക്കെ അല്ലേ? കാമരാജന്റെ കമ്പനിയിൽ വിൽക്കുന്നത് എണ്ണയും കൽക്കരിയും. കാമരാജൻ പോർട്ട് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ പോർട്ട്. വിൽക്കുന്നത് എണ്ണയും കൽക്കരിയും. എണ്ണൂർ പോർട്ട്. ഓക്കെ. കൽക്കരി കയറ്റുമതിക്ക് ഏറ്റവും ഫേമസ് എണ്ണയും കൽക്കരിയും. ഹൈലി ഇൻഫ്ലേമബിൾ ആണ്. അപ്പൊ എനർജി പോർട്ടാണ്. ഓക്കെ. അടുത്തത് ചെന്നൈ. ഓക്കെ. ലാർജസ്റ്റ് പോർട്ട് ഇൻ ഈസ്റ്റേൺ സൈഡിലുള്ള ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള പോർട്ട് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈ. പേരില് ചിന്നതാണെങ്കിലും അത്ര ചിന്നതല്ല എന്ന് പഠിച്ചോളൂ. ചെന്നൈ. ഓക്കെ. ഈസ്റ്റേൺ സൈഡിലുള്ള ഏറ്റവും വലിയ പോർട്ടാണ് ചെന്നൈ. തമിഴില് ചിന്നത് എന്ന് പറയുന്നത് ചെറുതെന്നല്ലേ? പക്ഷെ ഇത് ചെറുതല്ല, ചിന്നതല്ല. ഈസ്റ്റേൺ സൈഡിലുള്ള ഏറ്റവും വലുതാണ് ചെന്നൈ പോർട്ട്. അതുകൊണ്ട് തന്നെ സൗത്തിന്റെ കവാടം എന്നറിയപ്പെടുന്നു. സൗത്തിന്റെ ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ചെന്നൈ ആണ്. ഓക്കെ. ഗേറ്റ് വേ ഓഫ് സൗത്ത് ഇന്ത്യ സതേൺ സൈഡിലുള്ള. ഓക്കെ. തമിഴ്നാടിന്റെ ക്യാപിറ്റലില് ആണ് ചെന്നൈ. ഈ സൗതേൺ സൈഡിലുള്ള ഏറ്റവും താഴെയുള്ള ഏറ്റവും വലിയ സിറ്റിയാണ്, മെട്രോപൊളിറ്റൻ സിറ്റിയാണ്, തമിഴ്നാടിന്റെ ക്യാപിറ്റലാണ്. ഏറ്റവും സൗത്തിലുള്ള ഏറ്റവും വലിയ സിറ്റി പോർട്ടുള്ളത് അത് ചെന്നൈ ആണ്. അപ്പോ സതേൺ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. ഓക്കെ. ഫസ്റ്റ് വേൾഡ് വാറില് ഈ സൗത്തിന്റെ ഗേറ്റ് വേയിലാണ് അറ്റാക്ക് നടന്നത്. സതേൺ സൈഡില് അറ്റാക്ക് നേരിട്ടുള്ള ഒരേ ഒരു സ്ഥലം ചെന്നൈ ആണ് ഫസ്റ്റ് വേൾഡ് വാറിൽ. എന്നാൽ സെക്കൻഡ് വേൾഡ് വാറിൽ അറ്റാക്ക് കിട്ടി. അത്
കിഴക്കിന്റെ ഗേറ്റ് വേ ആയിട്ടുള്ള കൊൽക്കട്ടയിലാണ്. ആരടിച്ചതെന്ന് പറഞ്ഞാൽ ജപ്പാനാണ്. എടാ രാജപ്പ അല്ലേ. കൊച്ചി ഷിപ്പ്യാർഡൊക്കെ പണിയാൻ വേണ്ടി സഹായിച്ച ആറേ ജപ്പാനാണ്. സെക്കൻഡ് വേൾഡ് വാറിൽ ഇവിടെ കിഴക്കിന്റെ കവാടത്തില് അല്ലേ. ജപ്പാൻ ഈ ഭാഗത്തല്ലേ, കിഴക്കിൽ നിന്ന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ കിഴക്കൻ സൈഡിൽ അടിക്കാനായിരിക്കും അവർക്ക് എളുപ്പം. അപ്പോ കിഴക്കിന്റെ കവാടത്തില് ജപ്പാൻ അടിച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് അടുത്ത പോർട്ട് തൂത്തുക്കുടി പോർട്ട്. തൂത്തുക്കുടി. ഓക്കെ, തൂത്തുക്കുടി പോർട്ട്. ഇങ്ങനെ ആലോചിച്ചോളൂ തൂത്തുക്കുടിയെ. മുത്തുക്കുടി. മുത്തുക്കുടി എന്ന് ആലോചിച്ചോളൂ, അല്ലെങ്കിൽ മുത്തു കുടിച്ചു എന്ന് ആലോചിച്ചോളൂ. മുത്തു എന്താണ് കുടിച്ചത്? ഉപ്പ് വെള്ളമാണ് കുടിച്ചതെന്ന് ആലോചിച്ചോളൂ. തൂത്തുക്കുടിയെ മുത്തുക്കുടി എന്ന് ആലോചിച്ചോളൂ. മുത്തു കുടിച്ചത് എന്താണ്? ഉപ്പ് വെള്ളം. ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്ന പോർട്ട് തൂത്തുക്കുടി. മുത്തുക്കുടി. ഓക്കെ, ഉപ്പ് കയറ്റുമതിക്ക് ഫേമസ്. മുത്തു കുടിച്ചത് എന്താണ്? ഉപ്പ് വെള്ളം. ഉപ്പ് കയറ്റുമതിക്ക് ഫേമസ്. കൽക്കരിക്ക് ഫേമസ് കാമരാജൻ. ഓക്കെ, കൽക്കരിക്ക് കാമരാജനാണ്. കാമരാജന്റെ കമ്പനിയിൽ വിൽക്കുന്നത് എണ്ണയും കൽക്കരിയുമാണ്. ഓക്കെ, ഇവിടെ ഫേമസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് കയറ്റുമതിക്ക് ഫേമസ് ആണ്. ഓക്കെ, ഇന്ത്യയുടെ മുത്ത് എന്നറിയപ്പെടുന്നത് തൂത്തുക്കുടിയാണ്. ഓക്കെ, ഇന്ത്യൻ തുറമുഖങ്ങളിലെ രത്നം എന്നറിയപ്പെടുന്നത് വിശാഖാണ്. വിശാഖ് ഗംഗയ്ക്ക് ഡോൾഫിൻ ഹില്ലില് റോസും രത്നമാലയും കൊടുത്തല്ലേ ഉഷാറാക്കിയത്. അപ്പോ രത്നം വിശാഖാണ്. ഓക്കെ, ഇന്ത്യൻ തുറമുഖങ്ങളിലെ മുത്ത് തൂത്തുക്കുടിയാണ്. ഓക്കെ, BO ചിദംബരം പിള്ളൈ പോർട്ട് എന്നറിയപ്പെടുന്നത് തൂത്തുക്കുടിയാണ്. BO ചിദംബരം പിള്ളൈ. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കപ്പല് ഗാലിയയാണ്. ഗാലിയ ഷിപ്പാണ്. ഓക്കെ, കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് ചിദംബരം പിള്ളയാണ്. അദ്ദേഹം എവിടെയാണ് ഓട്ടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂത്തുക്കുടിയിലാണ്. ഓക്കെ, ഏറ്റവും തെക്കുള്ള തുറമുഖം നേരത്തെ തൂത്തുക്കുടി ആയിരുന്നു. ഇപ്പൊ വിഴിഞ്ഞം വന്നതോടുകൂടി വിഴിഞ്ഞം ഓവർടേക്ക് ചെയ്ത് കാണും. കാരണം തൂത്തുക്കുടിയേക്കാളും താഴെ ഭാഗത്തായിട്ടാണ് വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും തെക്കുള്ള തുറമുഖം തൂത്തുക്കുടിയായിരുന്നു, ഇപ്പൊ വിഴിഞ്ഞമായി എന്നും ആലോചിച്ചോളൂ. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാൻ വേണ്ടി പോകുന്നത് ഒന്നുമില്ല, ആൻഡമാൻ നിക്കോബാറിൽ സ്ഥിതി ചെയ്യുന്ന പോർട്ട് ബ്ലെയർ ആണ്. ആൻഡമാൻ നിക്കോബാർ ബ്ലെയർ. ഓക്കെ, ബ്ലെയർ ഇങ്ങനെ കണക്ട് ചെയ്തോളൂ. അതാണ് പോർട്ട് ബ്ലെയർ. ബ്ലെയർ. ഓക്കെ അല്ലേ. ഇന്ത്യയില് 13ാമതായിട്ട് നിലവിൽ വന്ന പോർട്ടാണ് ആൻഡമാൻ നിക്കോബാർ. 14 ഏത് എന്ന് ചോദിച്ചാൽ 14ാമതായിട്ട് നിലവിൽ വന്ന മേജർ പോർട്ട്, ഇന്റർനാഷണൽ എയർപോർട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിഴിഞ്ഞമാണ്. ഓക്കെ, 2025 മെയ് 2 വിഴിഞ്ഞം വന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ. കൊച്ചി തുറമുഖം എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1928 മെയ് 26 കേരളത്തിലുള്ള 2 പോർട്ടുകളും നിലവിൽ വരുന്നത് മെയ്യിലാണ് എന്നുകൂടി ഓർത്തോളൂ. ഓക്കെ അല്ലേ, സെറ്റാണേ. അപ്പൊ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പടിഞ്ഞാറൻ തീരത്തുള്ള തുറമുഖങ്ങളാണ്. നമ്മൾ കിഴക്കൻ തീരത്തുള്ള തുറമുഖങ്ങൾ നോക്കി, പടിഞ്ഞാറൻ തീരത്തുള്ള ഒരു തുറമുഖം നമ്മൾ ആദ്യം നോക്കി, അത് കേരളത്തിന്റെ കൊച്ചിയാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് കിഴക്കൻ തീരത്തുള്ള തുറമുഖം നോക്കി. ഇനി പടിഞ്ഞാറൻ തീരത്തുള്ള മറ്റു തുറമുഖങ്ങളും കേരളത്തിൽ ഏറ്റവും അവസാനമായിട്ട് നിലവിൽ വന്ന വിഴിഞ്ഞം പോർട്ട്, 14ാമത്തെ മേജർ പോർട്ട് വിഴിഞ്ഞം പോർട്ടുമാണ് ഇനി നോക്കാനുള്ളത്. ഓക്കെ, പടിഞ്ഞാറൻ തീരത്ത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് പോർട്ട് ഉള്ളത് എന്ന് നമുക്കൊരു കോഡിലൂടെ കണക്ട് ചെയ്യാം. നോക്കൂ, മഹാനായ റേറ്റ് എന്നാൽ എലി. അതെ, മഹാനായ റാറ്റ് ഗോകർണം വഴി കേരളത്തിലേക്ക് പണ്ട് സിനിമകളിലേക്ക് കേട്ടില്ലേ, എങ്ങോട്ടാ? ഗോകർണത്തേക്ക്. അത് തന്നെ, മഹാനായ റാറ്റ് ഗോകർണം വഴി കേരളത്തിലേക്ക്. നോക്കാം, മഹാനായ മഹാരാഷ്ട്ര, റാറ്റ് ഗുജറാത്താണ്. ഗുജറാത്ത് ഇംഗ്ലീഷ് എഴുതുമ്പോൾ അവസാനം ഒരു റാറ്റ് ഇല്ലേ, ആ റാറ്റുമായിട്ട് കണക്ട് ചെയ്തോളൂ. റാറ്റ് ഗുജറാത്ത്. ഗോകർണം, അതിലെ ഗോവയാണ്. കർണം കർണാടകയാണ്. വഴി കേരളത്തിലേക്ക്. ഓക്കെ, അപ്പൊ പടിഞ്ഞാറൻ തീരത്ത് 5 സംസ്ഥാനങ്ങളിലാണ് പോർട്ടുകൾ ഉള്ളത്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഗോവ, കർണാടക, കേരളം. സെറ്റാണേ. അപ്പോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത് ഗുജറാത്ത്. മഹാനായ റേറ്റ് ഗോകർണം വഴി കേരളത്തിൽ എന്നല്ലേ പറഞ്ഞത്, അതിലെ റേറ്റ് ഗുജറാത്താണ്. ഗുജറാത്തിനെ കുറിച്ച് പറയുമ്പോൾ എവിടത്തെ മർമ്മപ്രധാനമായ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പോർട്ട് ഏത് എന്ന് പറഞ്ഞാൽ കാണ്ട്ല പോർട്ട്. അതെ, കാണാൻ പറ്റില്ല. ഗുജറാത്ത് ഇവിടെയാണ് സുഹൃത്തുക്കളെ. അതിലെ ഈ വിടവ് കണ്ടോ, ഈ ഭാഗത്താണ് കണ്ട്ല പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗം, ഇതാണ് ഗുജറാത്ത്. ഇവിടെയാണ് കണ്ട്ല പോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്തോളൂ. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ ഫലമായിട്ട് നമ്മുടെ മർമ്മപ്രധാനമായ ഒരു പോർട്ടായിരുന്നു കറാച്ചി പോർട്ട്. അത് പാകിസ്ഥാന്റെ കൈക്കിലേക്ക് പോയി. ഓക്കെ, നമുക്ക് വലിയ അടിയായിരുന്നു. അപ്പോൾ അതിന് ബദലായിട്ട്
ഇന്ത്യ കൊണ്ടുവന്നത് പോർട്ടാണ്, ഇന്ത്യ സ്ഥാപിച്ച പോർട്ടാണ് കാണ്ട്ല പോർട്ട്. കാണ്ട്ല പോർട്ട് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും വിഭജന ഫലമായി ഉണ്ടായ ശിശു എന്നറിയപ്പെടുന്ന പോർട്ട് കാണ്ട്ല പോർട്ട്. ഓക്കെ, പാകിസ്ഥാനിലെ കറാച്ചിയിലൊന്നും നോക്കിക്കഴിഞ്ഞാൽ അത്ര പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ല. അതായത് ഇതിനുള്ളിൽ ഇന്ത്യ ഒളിപ്പിച്ചു വെച്ചൊക്കെയാണ്. ഓക്കെ, എന്തെങ്കിലും യുദ്ധം വരുമ്പോ അവിടെ കയറി അടിക്കാൻ വേണ്ടിയിട്ട് എന്നും കൂടെ ആലോചിച്ചോളൂ. അപ്പൊ ഇവിടെയാണ് കാണ്ട്ല പോർട്ട്. ഓക്കെ, കറാച്ചി നമ്മുടെ കയ്യിൽ നിന്നും പോയതിന്റെ ഫലമായി ഉണ്ടായ എക്കണോമിക്കൽ നഷ്ടം നികത്താൻ കൊണ്ടുവന്ന പോർട്ട് എന്നുകൂടെ ആലോചിച്ചോളൂ. അതാണ് കാണ്ട്ല പോർട്ട്. സ്പെഷ്യൽ എക്കണോമിക് സോണ് ഏഷ്യയിൽ ആദ്യമായിട്ട് നിലവിൽ വന്നത് കാണ്ട്ല പോർട്ടാണ്. വേറൊരു കാര്യം കൂടെ ആലോചിക്കൂ. ദാ ഈ വിടവിലല്ലേ ഉള്ളത്. ഈ രണ്ട് ഭാഗത്തും തിരയടിച്ച് ശക്തമായിട്ട് ഉള്ളിലേക്ക് ജലം വരും, വേലികയറ്റം ഉണ്ടാവും പഠിച്ചോളൂ. ഇവിടെ ഇങ്ങോട്ട് ശക്തമായ വേലികയറ്റം ഉണ്ടാവും. ഇന്ത്യയിലെ ഏക വേലിയേറ്റ തുറമുഖം ഏത് എന്ന് ചോദിച്ചാൽ അത് കാണ്ട്ലയാണ്. ഇങ്ങനെയും കണക്ട് ചെയ്തോളൂ. വേലിയേറ്റത്തിനെ വിലക്കയറ്റം എന്ന് കണക്ട് ചെയ്തോളൂ. വിലക്കയറ്റം എക്കണോമി അല്ലേ, സ്പെഷ്യൽ എക്കണോമി. സ്പെഷ്യൽ എക്കണോമിക് സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ വിലക്കയറ്റം ഉണ്ടാവും. അതിനെ ഏഷ്യയിലെ ആദ്യത്തെ സ്പെഷ്യൽ എക്കണോമിക് സോണാണ് കാണ്ട്ല എന്ന് അങ്ങനെയും കണക്ട് ചെയ്തോളൂ. ഓക്കെ അല്ലേ? ഇന്ത്യയിലെ ഏക ടൈഡൽ പോർട്ട്, അതായത് വേലിയേറ്റ തുറമുഖം കാണ്ട്ല. ഓക്കെ, ഈ വേലിയേറ്റം ഉണ്ടാവുന്നത് വാവ് ദിവസങ്ങളിലല്ലേ. വെളുത്ത വാവ്, കറുത്ത വാവ് ദിനവും ഉണ്ടാവും. കുറച്ചും കൂടെ ശക്തമായി ഉണ്ടാവുന്നത് വാവ് ദിവസങ്ങളിലാണ്. അപ്പൊ വാവ് വെച്ചിട്ട് കാണ്ട്ലയ്ക്ക് അടുത്തുള്ള ഒരു തുറമുഖത്തിനെ കണക്ട് ചെയ്തോളൂ. പിപാവാവ്, പിപാവാവ്, പിപാവാവ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ തുറമുഖം ഏത് എന്ന് ചോദിച്ചാൽ പിപാവാവ്. പിപാവാവാണ് സുഹൃത്തുക്കളെ. അടുത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം ഏത് എന്ന് ചോദിച്ചാൽ, ഓക്കെ, തുറമുഖങ്ങളൊക്കെ ഉണ്ടാക്കുന്നതില് ഇന്ത്യയിലെ കോർപ്പറേറ്റ് മേഖലയിൽ വളരെ ശക്തനായ വ്യക്തി ആരാണ്? അദാനി. അദാനി പോർട്ടല്ലേ. അപ്പോ ഏറ്റവും വലുതും അദാനിയുടെ ഭാഗത്ത്. അദാനിയാണ് മുദ്ര പതിപ്പിച്ചത്. എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തില്. ഗുജറാത്തിൽ അദാനി പതിപ്പിച്ച മുദ്ര ഏത് പോർട്ടാണ്? മുന്ദ്ര പോർട്ട്. മുന്ദ്ര പോർട്ട് ആരുടേതാണ് എന്ന് ചോദിച്ചാൽ അത് അദാനിയുടേതാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്വകാര്യ തുറമുഖം. അപ്പോ ഏറ്റവും ആദ്യത്തെ അദ്ദേഹം സ്വകാര്യ തുറമുഖങ്ങളുടെ പിതാവാണ് എന്ന് ആലോചിച്ചോളൂ. അതാണ് പിപാവാവ്. അല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, വേലിയേറ്റം കണ്ടില്ല. വേലിയേറ്റ തുറമുഖം അതിനടുത്തുള്ളത് എന്ന് ചിന്തിച്ചോളൂ. വേലിയേറ്റം വാവിനാണ് ഉണ്ടാകുന്നത്. അപ്പൊ അത് വെച്ചിട്ട് പിപാവാവ് ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ തുറമുഖം. എന്നാൽ ഏറ്റവും ആഴം കൂടിയ സ്വകാര്യ തുറമുഖം ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ ആന്ധ്രയിൽ പഠിച്ചപ്പോഴത്തേക്കും, ആന്ധ്രയിലെ തുറമുഖങ്ങൾ പഠിച്ചപ്പോൾ പഠിച്ചു കൃഷ്ണപട്ടണം. കൃഷ്ണപട്ടണം ഏറ്റവും ആഴത്തിലിരിക്കുന്ന സ്വകാര്യ തുറമുഖം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ ലിമിറ്റഡ് എന്നാണ് മുന്ദ്ര പോർട്ടിന്റെ പേര്. മുന്ദ്ര പോർട്ടിന്റെ പേര് അദാനി പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ. ഓക്കെ, ഇനി ഗുജറാത്തില് സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഷിപ്പ് ബ്രേക്കിംഗ് യാർഡിന്റെ പേരാണ് അലാങ്. അലാങ്, അലാങ്. കപ്പലുകളുടെ ശ്മശാനം, കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് അലാങ് ആണ്. കപ്പലുകളെയൊക്കെ എടുത്തിട്ട് അലക്കും കേട്ടോ അവിടെ ഇട്ട്. അത് ഗുജറാത്തിലാണ്. ഓക്കെ, ഗുജറാത്തിലാണ്. ആ റാറ്റിനെ തപ്പിയിട്ട് ആ കപ്പലുകളെല്ലാം അടിച്ച് പൊട്ടിക്കും. നമ്മുടെ പറക്കും തെളിയ സിനിമ പോലെ ഒരു എലിക്കായിട്ട് മൊത്തം അടിച്ച് തേർക്കുമല്ലോ, അതുപോലെ ഗുജറാത്തിൽ ആ റാറ്റിനെ തപ്പിയിട്ട് അലാങ് കപ്പലിനെയൊക്കെ എടുത്തിട്ട് അലക്കും. ഓക്കെ, ആ റാറ്റിനെ പിടിച്ച് കൊല്ലാനായിട്ട്. അപ്പൊ അലാങ് കപ്പൽ പൊളിക്കൽ കേന്ദ്രം ഗുജറാത്തിലാണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കടുത്ത് മുംബൈയിലേക്ക് പോവാം. മുംബൈ സ്ഥിതി ചെയ്യുന്നവിടെ മഹാരാഷ്ട്ര. അപ്പൊ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത് മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര, മഹാനായ റാറ്റ്, അതിലെ മഹാൻ മഹാരാഷ്ട്ര. അതെ, മഹാപോർട്ടുകളെല്ലാം ഇവിടെയാണ് എന്ന് ആലോചിച്ചോളൂ. എന്ത് മഹാപോർട്ട്? യെസ്, ഏറ്റവും വലിയ നാച്ചുറൽ പോർട്ട് മുംബൈ. മുംബൈ പോർട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര. ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ പോർട്ട് അത് നാവാഷേവ പോർട്ടാണ്. ജവഹർലാൽ നെഹ്റു പോർട്ടാണ്. നാവാഷേവ ആർട്ടിഫിഷ്യൽ, മണ്ണ് ഫുള്ള് ഇങ്ങനെ ഷേവ് ചെയ്ത് മാറ്റും. അതാണ് ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ പോർട്ട്. അതിനെ ജവഹർലാൽ നെഹ്റു എന്ന പേരിലോട് കണക്ട് ചെയ്യൂ. ജവഹർലാൽ നെഹ്റു പോർട്ടാണ് ഏറ്റവും പുതിയ പേര്. ജവഹർലാൽ നെഹ്റുവും ക്ലീൻ ഷേവ് അല്ലേ, അപ്പൊ നാവാഷേവ, ജവഹർലാൽ നെഹ്റു. ഓക്കെ അല്ലേ? ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ട് നാവാഷേവയാണ്. അപ്പോ നമുക്ക് മുംബൈ പോർട്ട് ആദ്യം നോക്കാം. ഏറ്റവും വലിയ നാച്ചുറൽ പോർട്ട്. ഓക്കെ, ബൈ, മുംബൈ, ബൈ. എപ്പോഴാ ബൈ പറയുന്നത്? ഒരാള് ഒരിടത്തുനിന്ന് പോകുമ്പോഴാണ് ബൈ പറയുന്നത്. യെസ്, ഇന്ത്യയിൽ നിന്നും ഒരാൾ പോകുമ്പോഴത്തേക്കും ഇവിടെ വെച്ചിട്ട് ബൈ പറയുന്നത്. നമ്മൾ ബൈ പറയുന്നത് എപ്പോഴും വീട്ടിലെ ഗേറ്റിനടുത്ത് വന്നിട്ടായിരിക്കുമല്ലേ ബൈ പറയുന്നത്. അതുപോലെ തന്നെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നിട്ടാണ് ബൈ പറയുന്നതെന്ന് പഠിക്കൂ. ഒരാൾ പോകുമ്പോൾ എവിടെ നിന്ന് ബൈ പറയും? ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ബൈ പറയും. യെസ്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് മുംബൈ.
ഗേറ്റ് വേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് മുംബൈ. ബിഗ്ഗസ്റ്റ് നാച്ചുറൽ പോർട്ട് ഇൻ ഇന്ത്യ. ഓക്കെ, ഫോറിൻ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നതില് വളരെ ഫേമസ് ആണ്. ഓക്കെ, വിദേശ ഇറക്കുമതിക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. പരുത്തി തുറമുഖം. പരുത്തി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഗുജറാത്തിലാണ്. അവിടെ എലി ഉണ്ടല്ലേ, എലിയെ പേടിച്ചിട്ട് അവിടെ വെക്കില്ല, അതെടുത്ത് ഈ തുറമുഖത്തിലോട്ട് കൊണ്ടുവരും, ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുമെന്ന് ആലോചിച്ചോളൂ. എലിയെ പേടിച്ച് തൊട്ടടുത്തുള്ള മഹാരാഷ്ട്രയിലെ മുംബൈയിലേക്ക് പരുത്തി കൊണ്ടുവരും. അപ്പൊ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈ ആണ്. എന്നാൽ ഏറ്റവും കൂടുതൽ കോട്ടൺ മിൽസ് ഉള്ളത്, ഓക്കെ, പരുത്തി മില്ലുള്ളത് എവിടെ എന്ന് ചോദിച്ചാൽ തമിഴ്നാട്. തിരുപ്പൂറും കോയമ്പത്തൂരും ഒക്കെ ഭയങ്കര ഫേമസ് അല്ലേ? ദക്ഷിണേന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്നത് കോയമ്പത്തൂരല്ലേ? ഓക്കെ, തിരുപ്പൂർ ഡ്രസ്സിനൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ കോട്ടൺ ഡ്രസ്സ് എന്ന് ആലോചിച്ചോളൂ. അപ്പൊ കോട്ടൺ മില്ല് അവിടെ ഉണ്ടെങ്കിലല്ലേ ബനിയൻസ് ഒക്കെ ധാരാളം നിർമ്മിക്കാൻ പറ്റൂ. അപ്പൊ കോട്ടൺ മില്ല് ഏറ്റവും കൂടുതൽ ഉള്ളത് തമിഴ്നാട്ടിലാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? പിന്നെ മുംബൈ പോർട്ടിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡോക്ക് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ദിരാ ഡോക്ക്, വിക്ടോറിയ ഡോക്ക്, മസഗാവോൺ ഡോക്ക്. ഇന്ദിരാ ഡോക്ക്, വിക്ടോറിയ ഡോക്ക്, മസഗാവോൺ ഡോക്ക്. ഈ 3 ഡോക്കുകളുമാണ് മുംബൈയില് ഏറ്റവും ഫേമസ്. ഇന്ദിര വിക്ടോറിയക്ക് ബൈ പറഞ്ഞു ഡോക്കിൽ വെച്ച് എന്ന് ആലോചിക്കൂ. പിന്നെ മസഗാവോൺ ഡോക്ക്. ഓക്കെ അല്ലേ? അപ്പോ നമ്മൾ പറഞ്ഞാണ് നാവാഷേവ പോർട്ട് ഒന്നും കൂടെ നോക്കാം. ഏറ്റവും വലിയ ആർട്ടിഫിഷ്യൽ പോർട്ടാണ് ഇന്ത്യയുടെ. ബിഗ്ഗസ്റ്റ് കണ്ടെയ്നർ പോർട്ടാണ്. ബിഗ്ഗസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഏത് എന്ന് ചോദിച്ചാൽ നാവാഷേവ അല്ലേ? ഫുള്ള് മണ്ണ് മുഴുവൻ ഇങ്ങനെ ഷേവ് ചെയ്ത് മാറ്റും. അപ്പൊ ഫുള്ള് ആർട്ടിഫിഷ്യൽ ആണ്. ഷേവ് വെച്ചിട്ട് ജവഹർലാൽ നെഹ്റുവും അദ്ദേഹവും ഷേവ് ആയിരുന്നില്ലേ കൂടുതൽ. അപ്പോ ജവഹർലാൽ നെഹ്റു പോർട്ട്, നാവാഷേവ പോർട്ട്, ബിഗ്ഗസ്റ്റ് ആർട്ടിഫിഷ്യൽ പോർട്ട് ഇൻ ഇന്ത്യ. ബിഗ്ഗസ്റ്റ് കണ്ടെയ്നർ പോർട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നാവാഷേവയാണ്. ഞാൻ പറഞ്ഞു പ്രസിഡന്റ് ടൈലർ ഷിപ്പ്, ഏറ്റവും വലിയ കണ്ടെയ്നർ ഷിപ്പ് മുംബൈയിലുണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം, മഹാരാഷ്ട്രയിലുണ്ട്, അങ്ങോട്ട് പോവാന്ന് കരുതിയിട്ട് വന്നപ്പോഴത്തേക്കാണ് അതിനു മുന്നേ അറബിക്കടലിന്റെ റാണിയെ കണ്ടത്, കൊച്ചി. അങ്ങനെ ആ കണ്ടെയ്നർ ഷിപ്പ് അവിടെ പോവാതെ നേരെ കൊച്ചിയിലോട്ട് വന്നു. ഓക്കെ, ആദ്യത്തെ കണ്ടെയ്നർ ഷിപ്പ് വന്നത് എവിടെ എന്ന് ചോദിച്ചാൽ അത് കൊച്ചി പോർട്ടിലാണ്. അറബിക്കടലിന്റെ റാണിയെ കണ്ട് വന്നു. എന്നാൽ ഏറ്റവും വലിയ കണ്ടെയ്നർ പോർട്ട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാവാഷേവ, ജവഹർലാൽ നെഹ്റു പോർട്ട്. ഓക്കെ ആണേ. മെഗാ സ്പെഷ്യൽ എക്കണോമിക് സോണ് നിലവിൽ വന്നത് ഇവിടെയാണ്. ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ ഇവിടെയാണ്. മെഗാ കണ്ടെയ്നർ എല്ലാം വരുമ്പോഴത്തേക്കും മെഗാ സ്പെഷ്യൽ എക്കണോമി അല്ലേ? മെഗാ സ്പെഷ്യൽ എക്കണോമി സോണ് ഇവിടെയാണ് എന്നും പഠിച്ചോളൂ. ഓക്കെ, അടുത്ത് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഗോവയിലുള്ള പോർട്ട് ഏതെന്ന് പറഞ്ഞാൽ മർമ്മ ഗോവ. സിമ്പിൾ ആണ്, ഒറ്റ കാര്യം ആലോചിച്ചിരുന്നാൽ മതി. ഇരുമ്പ് കൊണ്ട് മർമ്മത്തിൽ അടിച്ചു എന്ന് ആലോചിച്ചോളൂ. ഇരുമ്പ് കൊണ്ട് മർമ്മത്തിൽ അടിച്ചു. യെസ്, ഇരുമ്പ് കയറ്റുമതിക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് മർമ്മ ഗോവയാണ്. മർമ്മത്തടിച്ചു എന്ന് പറഞ്ഞാൽ മർമ്മ ഗോവ. ഇരുമ്പ് മർമ്മ ഗോവ, അതിൽ തന്നെ ഉണ്ട് ഗോവയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഗോവയിലുള്ള ഷിപ്പ്യാർഡ്. ഓക്കെ, ഗോവൻ ഷിപ്പ്യാർഡ്, ഇന്ത്യൻ നേവിയുടെ ഗോവൻ ഷിപ്പ്യാർഡ് വളരെ ഫേമസ് ആണ്. അവിടെ നിർമ്മിച്ച ആദ്യത്തെ ഷിപ്പ് ഏത് എന്ന് ചോദിച്ചാൽ INS തരങ്കിണി. ഓക്കെ, ഗോവയിലെ ടൂറിസം ഒക്കെ ഭയങ്കര തരംഗമല്ലേ സുഹൃത്തുക്കളെ? കപ്പലിൽ അവിടുത്തെ ഷിപ്പിലൊക്കെ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? അത് ഭയങ്കര തരംഗമായി മാറി. അപ്പോ അവിടെ നിർമ്മിച്ച ആദ്യത്തെ ഷിപ്പ് INS തരങ്കിണി. എന്നാൽ ഓക്കെ, വിശാഖപട്ടണത്തിലെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ച ജൽ ഉഷ എന്നാ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിർമ്മിച്ചതോ കൊച്ചി അറബിക്കടലിന്റെ റാണി എന്നല്ലേ? പിന്നെ ട്രിവാൻഡ്രത്തെ പത്മനാഭനെയും കൂടെ കണക്ട് ചെയ്ത് റാണി പത്മിനി. എന്നാൽ കൊച്ചി പോർട്ട് ഇനാഗുറേറ്റ് ചെയ്ത് 1928. ആ വർഷം ആദ്യമായിട്ട് വന്നത് ആ പത്മിനിയിലെ പത്മ എടുക്കൂ SS പത്മയാണ്. എന്നാൽ ഗോവൻ ഷിപ്പ്യാർഡ് ആണെങ്കിൽ ടൂറിസത്തിന് തരംഗമാണ് INS തരങ്കിണി എന്ന് ഓർത്തോളൂ. ഓക്കെ അല്ലേ? ഇനി കർണാടകയാണ്. കർണാടകയില് മംഗളൂരിലാണ്. അപ്പൊ അടുത്ത് കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന പോർട്ട് ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെന്ന് ചോദിച്ചാൽ കർണാടകയിലെ മംഗലാപുരത്തിലെ ന്യൂ മാംഗ്ലൂർ പോർട്ടാണ്. ന്യൂ മാംഗ്ലൂർ. ഇങ്ങനെ ആലോചിച്ചോളൂ, കർണാടകയിലെ ഗേറ്റില് ആരൊക്കെയാണ് ഉള്ളതെന്ന് ന്യൂ മാനും ഒരു കുതിരയുമാണ്. കർണാടകയിലോട്ട് കടക്കുമ്പോൾ അവിടെ ഒരു ഗേറ്റ് ഉണ്ട് കേട്ടോ, അവിടെ ചെക്കിംഗ് ഉണ്ട്. അവിടെ ആരൊക്കെയാ ഉള്ളത് ചെക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഒരു ന്യൂ മാൻ, പുതുതായിട്ട് അപ്പോയിന്റ് ചെയ്ത ഒരു ന്യൂ മാൻ ഒരു കുതിരപ്പുറത്ത് നിൽക്കുകയാണ്. അപ്പൊ കർണാടക ഗേറ്റ്, അവിടെ എന്താ ഉള്ള ഒരു കുതിരയുണ്ട്, ആ കുതിരപ്പുറത്ത് ന്യൂ മാൻ പുതുതായിട്ട് അപ്പോയിന്റ് ചെയ്തതാണ്. എല്ലാവരും ചെക്ക് ചെയ്തിട്ട് അകത്തോട്ട് വിടത്തുള്ളൂ. ഓക്കെ,
കർണാടക ഗേറ്റ്, കുതിര നിപ്പുണ്ട്, അവിടെ ന്യൂമാൻ. കണക്ട് ചെയ്യാം. കർണാടക ഗേറ്റ് വേ ഓഫ് കർണാടക എന്ന് പറയുന്നത് ന്യൂമാൻ അല്ലേ? ന്യൂ മാംഗ്ലൂർ. ഗേറ്റ് വേ ഓഫ് കർണാടക ന്യൂ മാംഗ്ലൂർ. ഓക്കെ, ന്യൂമാൻ എവിടെയാ നിൽക്കുന്നത്? കുതിരപ്പുറത്ത്. അതെ, കുദ്രേമുഖ്. കുദ്രേമുഖ് കുദ്രേമുഖ് ഇരുമ്പുരുക്ക് ശാല ഓക്കെ സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലാണ്. അവിടേക്ക് ആയിട്ട് ഇരുമ്പ് അയിര് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന നിലവിൽ വന്ന പോർട്ടാണ് കർണാടകയിലെ ന്യൂ മാംഗ്ലൂർ പോർട്ട്. ഓക്കെ, ഈ ന്യൂ മാനും കുതിരയും എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ ബോറാണെന്നാണ് ആൾക്കാർ പറയുന്നത്. ഇങ്ങനെ കണക്ട് ചെയ്യൂ. കർണാടക, അവിടെ ചെക്ക് ചെയ്യുന്ന ഒരു ഗേറ്റ് ഉണ്ട്. ഗേറ്റിൽ ആരെയാണുള്ളത്? ഒരു കുതിര, ന്യൂമാൻ. അപ്പൊ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു പരമ ബോറനാണ്, പരമ ബോറനാണ്. അപ്പോ ന്യൂ മാംഗ്ലൂർ പോർട്ടിന്റെ മറ്റൊരു പേര് പനംബോർ പോർട്ട്. പനംബോർ പോർട്ട് കണക്ട് ചെയ്യാലോ. കർണാടക, അവിടെ ഗേറ്റ് ഉണ്ട്, അവിടെ കുതിരപ്പുറത്തുള്ള ന്യൂമാൻ പരമ ബോറനാണ്. കർണാടക ഗേറ്റ് വേ ഓഫ് കർണാടക ന്യൂ മംഗളൂർ. ഓക്കെ, കുതിരപ്പുറത്ത് കുദ്രേമുക്ക് ഇരുമ്പുരുക്ക് ശാലയാണ്, അത് കർണാടകയിലാണ്. അവിടുത്തെ ഇരുമ്പ് അയിര് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിലവിൽ വന്നതാണ് ന്യൂ മാംഗ്ലൂർ പോർട്ട്. ഓക്കെ, മറ്റൊരു പേര് പനംബോർ പോർട്ട്. പരമ ബോറനാണ്. ഓക്കെ അല്ലേ? കണക്ട് അല്ലേ? അപ്പോ ഇനി നമുക്ക് നോക്കാനായിട്ടുള്ളത് ഇന്ത്യയിൽ 14ാമതായിട്ട് നിലവിൽ വന്ന മേജർ പോർട്ടായിട്ടുള്ള വിഴിഞ്ഞമാണ് സുഹൃത്തുക്കളെ. പക്ഷേ അത് നമുക്ക് സെപ്പറേറ്റ് ഒരു ക്ലാസ് ആയിട്ട് തന്നെ ചെയ്യാം. കാരണം വളരെ റീസെന്റ് ആയിട്ട് നിലവിൽ വന്നതുകൊണ്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ആ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് അത് സെപ്പറേറ്റ് ഒരു ക്ലാസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ പോർട്ടിൽ നിന്നും അറിയേണ്ട അത്യാവശ്യമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ കൂടെ നോക്കിയിട്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, ഇന്ത്യയിലെ എത്ര സ്റ്റേറ്റിലാണ് പോർട്ട് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 സ്റ്റേറ്റിലും ഒരു യൂണിയൻ ടെറിട്ടറിയിലുമാണ്. ആദ്യം ഞാൻ പറഞ്ഞ കോഡ് കണക്ട് ചെയ്തോളൂ. കിഴക്കൻ തീരമേഖലയിലാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു ബംഗാളി ഓടി ആന്ധ്ര വഴി തമിഴ്നാട്ടിലെ ബാറിലേക്ക് 5 സ്ഥലങ്ങളിലാണ്. ബംഗാളി വെസ്റ്റ് ബംഗാൾ, ഓടി ഒഡീഷ, ആന്ധ്ര, ഓക്കെ തമിഴ്നാട്, ബാറ് ആൻഡമാൻ നിക്കോബാർ ആണ്. ഓക്കെ, അപ്പൊ 4 സ്റ്റേറ്റിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമാണ് കിഴക്കൻ തീരത്തുള്ളത്. ഓക്കെ, പടിഞ്ഞാറാണെന്നുണ്ടെങ്കിൽ 5 സ്റ്റേറ്റിലുണ്ട്. മഹാനായ എലി ഗോകർണം വഴി കേരളത്തിലേക്ക് വന്നു. മഹാനായ മഹാരാഷ്ട്ര. എലി 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 എന്ന് പറഞ്ഞാൽ റാറ്റ് ആണ്. ഗുജറാത്ത് 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 എന്ന് പഠിച്ചു. ഗുജറാത്ത്. ഗോകർണം ഗോവ കർണാടക വഴി കേരളത്തിലേക്ക് വന്നു. അപ്പോ പടിഞ്ഞാറൻ തീരമേഖലയിൽ 5, കിഴക്കൻ തീരമേഖലയില് 4. 5 4 9 സ്റ്റേറ്റിലും പിന്നെ കിഴക്കൻ തീരമേഖലയില് ഒരു യൂണിയൻ ടെറിട്ടറിയില് ആൻഡമാൻ നിക്കോബാറിലുമായിട്ടാണ് നമ്മുടെ മേജർ തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? സെറ്റാണേ. അപ്പോ ഈ മേജർ പോർട്ട് ഏത് ലിസ്റ്റിൽ പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ കേന്ദ്രത്തിന്റെ ഭാഗമാണ്. ഓക്കെ, കേന്ദ്രത്തിന്റെ കൺട്രോളിലാണ് ഈ മേജർ തുറമുഖങ്ങളെല്ലാം. അപ്പോ യൂണിയൻ ലിസ്റ്റിൽ പെടുന്നു. എളുപ്പത്തിനായിട്ട് ഇങ്ങനെ പഠിച്ചോ. മേജർ 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 എന്ന് പറഞ്ഞാൽ പട്ടാളത്തിലല്ലേ, സെൻട്രൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ലേ, അപ്പൊ സെൻട്രലിന്റെ ഭാഗത്തല്ലേ, അത് തന്നെ. അപ്പോ സെൻട്രലിന്റെ ഭാഗം പറഞ്ഞാൽ യൂണിയൻ ലിസ്റ്റിലാണ്. ഓക്കെ, മൈനർ പോർട്ട് 200-ലധികം പോർട്ടുകളുണ്ട്. ഓക്കെ, 200-ലധികം മൈനർ പോർട്ടുകളുണ്ട് ഇന്ത്യക്ക്. മൈനർ പോർട്ട് ഏത് ലിസ്റ്റിലെന്ന് പറഞ്ഞാൽ കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെയും മേൽനോട്ടത്തിൽ വരും. ഓക്കെ, കൺകറന്റ് ലിസ്റ്റ്. മൈനർ അല്ലേ കുഞ്ഞല്ലേ. അപ്പോ കേന്ദ്രവും സംസ്ഥാനവും കണ്ണിൽ ഉണ്ണിയെ പോലെ നോക്കും. അതാണ് കൺകറന്റ് ലിസ്റ്റ്. മൈനർ അപ്പോ കേന്ദ്രവും സംസ്ഥാനവും നോക്കും. അത് മേജർ, അത് കേന്ദ്രം നോക്കും. മേജർ സെൻട്രൽ ഗവൺമെന്റ് ജോലി. ഇത് മൈനർ പോർട്ട് കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം നോക്കാം. നാഷണൽ മാരിടൈം യൂണിവേഴ്സിറ്റി. ഓക്കെ, മാരിടൈം ഓഷനുമായിട്ട് ബന്ധപ്പെട്ട യൂണിവേഴ്സിറ്റി. നാഷണൽ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ചെന്നൈ. സമുദ്രം എന്നുള്ളത് മറന്നേക്കൂ. മാരിടൈം എന്ന് പറഞ്ഞാൽ മാരേജ് എന്ന് കണക്ട് ചെയ്യൂ. ഓക്കെ, ഫേമസ് ഫിലിം സ്റ്റാർ ആയിട്ടുള്ള നയൻതാര ചെന്നൈയിലല്ലേ മാരേജ് ചെയ്ത് സെറ്റിൽ ചെയ്യിക്കുന്നത് വിഘ്നേഷ് ശിവനുമായിട്ട്. അത് വെച്ച് കണക്ട് ചെയ്യൂ. നാഷണൽ മാരിടൈം യൂണിവേഴ്സിറ്റി ചെന്നൈ. അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടൻ. ഓക്കെ, ലാലേട്ടന്റെ വൈഫ് ഹൗസ് ചെന്നൈയിലാണ്, ലാലേട്ടന്റെ ഹൗസും ചെന്നൈയിലല്ലേ, അങ്ങനെ കണക്ട് ചെയ്യൂ. അല്ലെങ്കിൽ ഹൃദയം സിനിമയില് ഓക്കെ നോക്കിയാൽ മതി, ചെന്നൈയിലെ കല്യാണത്തിന് പോകുന്ന വഴിക്കാണ് മാരേജ് സെറ്റ് ആവുന്നത്. അങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്തോളൂ, നമുക്ക് പഠിച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ലാൽ ബഹദൂർ ശാസ്ത്രി കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് മാരിടൈം സ്റ്റഡീസ്.
ലാൽ ബഹദൂർ ശാസ്ത്രി കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് മാരിടൈം സ്റ്റഡീസ് എവിടെയെന്ന് ചോദിച്ചാൽ മുംബൈ ആണ്. കോഡിന് വേണ്ടി ചുമ്മാ ഇങ്ങനെ ആലോചിച്ചോളൂ. ലാൽ ബഹദൂർ ശാസ്ത്രി ആണെന്നുണ്ടെങ്കിൽ മാരേജ് ചെയ്തിട്ട് എല്ലാവരോടത്തും ബൈ പറഞ്ഞിട്ട് മുംബൈയിൽ പോയി സെറ്റിലായി എന്ന് ആലോചിച്ചോളൂ. അപ്പോ ലാൽ ബഹദൂർ ശാസ്ത്രി കോളേജ് ഓഫ് അഡ്വാൻസ് മേരി സ്റ്റഡീസ് ബൈ പറഞ്ഞ് മുംബൈയിൽ പോയി സെറ്റിലായി. അങ്ങനെ കണക്ട് ചെയ്തോളൂ. ഓക്കെ, നാഷണൽ പോർട്ട് മാനേജ്മെന്റ് ഓക്കെ, തുറമുഖങ്ങള് മാനേജ് ചെയ്യാൻ നാഷണലിൽ നിന്ന് ഏൽപ്പിച്ചിട്ടുള്ളത് കട്ടയ്ക്ക് മാനേജ് ചെയ്യും കേട്ടോ. അപ്പൊ നാഷണൽ പോർട്ട് മാനേജ് ആണെങ്കിൽ കട്ടയ്ക്ക് മാനേജ് ചെയ്യും കൊൽക്കട്ടയാണ്. ഓക്കെ, പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഈ എല്ലാ പോർട്ടുകളും ട്രസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്രത്തിലോട്ടാണ്. അവരെയാണ് വിശ്വസിക്കുന്നത്. വല്ലതും തരണേ, നമ്മുടെ പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഫണ്ടിങ് വരണം. അപ്പോൾ എല്ലാ പോർട്ടുകളും ട്രസ്റ്റ് ചെയ്യുന്നത് ന്യൂഡൽഹി. പോർട്ട് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ന്യൂഡൽഹി. ഓക്കെ, പോർട്ട് ട്രസ്റ്റ് ആക്ട് നിലവിൽ വന്നത് 1963 നമ്മള് പറഞ്ഞു. ഓക്കെ, പോർട്ട് ട്രസ്റ്റിന്റെ കീഴിൽ കൊച്ചി വന്നത് 1964 ഓക്കെ, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് 1964 8ന്റെ സ്ക്വയർ വെച്ച് പറഞ്ഞു. അതിന്റെ മുന്നത്തെ വർഷമാണ് പോർട്ട് ട്രസ്റ്റ് ആക്ട്. ഇതിന് പ്രകാരം 1964 കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്നു എന്ന് പഠിച്ചോളൂ. ഓക്കെ അല്ലേ? അപ്പൊ അടുത്തിനി നോക്കാനുള്ളത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി, സമുദ്രത്തെ കുറിച്ചുള്ള പഠനം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി സമുദ്രത്തെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്. അവിടെ എങ്ങനെ പഠിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാനയില് സമുദ്രത്തിലെ ജലം എടുത്തു വെച്ചിട്ടാണ് അവർ പഠിക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി, പനാജി, അങ്ങനെ കണക്ട് ചെയ്തോളൂ. ഓക്കെ അല്ലേ? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെന്നൈയിലെ ചിന്ന ടെക്നോളജികൾ അവരയിലുണ്ട്. ഓക്കെ, ചെന്നൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെന്നൈയിലാണ്. മാനേജർ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർട്ട് മാനേജ് ചെയ്യാൻ ബെസ്റ്റ് കട്ടയ്ക്ക് മാനേജ് ചെയ്യുന്ന കൊൽക്കട്ടയാണ്. എന്നാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രാഫി ഓക്കെ, സമുദ്രത്തിന്റെ പഠനം നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു പാനയിൽ എടുത്തു വെച്ചിട്ട് ജലം എടുത്തു വെച്ചിട്ട് പഠിക്കും, പനാജി. ഓക്കെ അല്ലേ? പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്നത് 1963 ആക്ട് ആണ്, പോർട്ട് ട്രസ്റ്റ് ആക്ട്. അതിന്റെ അടുത്ത വർഷം കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് നിലവിൽ വന്നു. മാരേജ് എന്ന് വെച്ചിട്ട് കണക്ട് ചെയ്തത് നാഷണൽ മാരിടൈം യൂണിവേഴ്സിറ്റി. മാരേജ് ലാലേട്ടനെ വെച്ച് ഓർത്തോളൂ, ചെന്നൈ ആണ്. ലാൽ ബഹദൂർ ശാസ്ത്രി കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് മാരിടൈം സ്റ്റഡീസ് മുംബൈ. ലാൽ ബഹദൂർ ശാസ്ത്രി മാരീഡ് ആയിട്ട് ബൈ പറഞ്ഞ് മുംബൈയിൽ പോയി. ഓക്കെ അല്ലേ? അപ്പോ ഇത്രയുമാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്. അപ്പോ ഈ ഭാഗത്ത് നിന്ന് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. തറപ്പിച്ച് പഠിച്ചോളൂ. ഇനി ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് മിസ്സാകത്തില്ല. അപ്പോൾ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് എത്താനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. മൈ നെയിം ഈസ് വിഷ്ണു ജി രഞ്ജിത്ത്. പഠിക്കൂ പഠിച്ചുകൊണ്ടിരിക്കൂ.